ആണ്. കാണാലോ അല്ലെ? കാണുന്നുണ്ടല്ലോ അല്ലെ ഇപ്പൊ? Okay, my audio is also clear or not? Just say ശരിയാണോ അല്ലെ കേൾക്കുന്നുണ്ടല്ലോ നോക്കിയാണ്. പവർ എന്നതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സ്പ്രിംഗ് കോൺസ്റ്റന്റ്, ഏതൊരു സ്പ്രിങ്ങിനും അതിന് എത്രത്തോളം നമ്മൾ പ്രസ് ചെയ്ത് തിരിച്ചു വരാനുള്ള കപ്പാസിറ്റി, അതുമായി കണക്റ്റഡ് ആണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. അത് കണ്ടുപിടിക്കാനുള്ള സമവാക്യം mg/s. പവർ ഡിസ്കസ് ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ? പവർ സ്റ്റാർട്ട് ചെയ്തിരുന്നു? Anyone? Sound off. ഓക്കെ, അപ്പോ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സൗണ്ട് അത്യാവശ്യമൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും. പവർ, സിംപ്ലി പവറിന്റെ ഡെഫിനിഷൻ ആണ് ആദ്യം അറിയേണ്ടത്. ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ ഈസ് കോൾഡ് പവർ. അപ്പോ വർക്ക് ചെയ്യുന്നതിന്റെ റേറ്റ് ആണ് പവർ. അതായത് ഒരു സെക്കൻഡിൽ എത്ര വർക്ക് ചെയ്തു എന്നതാണ് പവർ. ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ ഈസ് കോൾഡ് ദ പവർ. ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. സിംപ്ലി ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം എന്നൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്ന് പറയാറുണ്ട്. ഒക്കെ കറക്റ്റ് ആണ്. വർക്കിന്റെ ഡെഫിനിഷൻ എന്താണ്? വർക്കിന്റെ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് വർക്ക് ഈസ്, ഇക്വേഷൻ ഓഫ് പവർ ഈസ് വർക്ക് ബൈ ടൈം, വർക്ക് ഡൺ ബൈ ടൈം ടേക്കൺ. വർക്ക് ബൈ ടൈം ആണ് എന്തിന്റെ ഇക്വേഷൻ? പവറിന്റെ ഇക്വേഷൻ വർക്ക് ബൈ ടൈം ആണ്. ഒന്ന് എഴുതിയെടുത്ത്. വർക്കിന്റെ സമവാക്യമൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ബേസിക് ഇക്വേഷൻ ആണ്. പവർ വർക്ക് ഡൺ ബൈ ടൈം ആണ്. പക്ഷെ നമുക്ക് ഇപ്പൊ വേണ്ടത് അതിന് കുറച്ച് രണ്ട് ഡെറിവേഷൻസ് നമുക്ക് ഇന്ന് ചെയ്യാനുണ്ട്. രണ്ട് കണക്ഷൻസ്, രണ്ട് പോയിന്റ് പറയാൻ വേണ്ടിയിട്ട് അതിന് എങ്ങനെയാണ് തെളിയിക്കുക, എങ്ങനെയാണ് അതിന്റെ ഡെറിവേഷൻ എഴുതുക എന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ അതിന്റെ മുന്നോടിയായിട്ടുള്ള പവറിന്റെ ഇക്വേഷൻ ആണ് പറഞ്ഞത്. പവർ ഇസ് ഈക്വൽ ടു W/T, അതായത് വർക്ക് ബൈ ടൈം ആണ്. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. എനിവൺ വർക്കിന്റെ ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞു തന്നേ. വർക്കിന്റെ ഡെഫിനിഷൻ ഒരാള് പേര് വിളിക്കണോ? The rate at which work is done is called power. അപ്പോ the rate at which work is done. ഓക്കെ, അടുത്ത അതാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടേണ്ടത്. അതിന്റെ ഇക്വേഷൻ എഴുതി വെച്ചോ. ഡെഫിനേഷൻ എഴുതുക, ഇക്വേഷൻ എഴുതുക. ദാറ്റ്സ് ഓൺലി തിങ്. നമ്മൾ യൂണിറ്റിലേക്കും അതിന്റെ ഡയമെൻഷനിലേക്കും പോവാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പേജിൽ പോവാണ്. ക്ലിയർ? Yes. ഓക്കെ. സോ ഇനി നമുക്ക് വേണ്ടത് വർക്കിന്റെ ഡയമെൻഷനും വർക്കിന്റെ യൂണിറ്റും, അല്ല പവറിന്റെ ഡയമെൻഷനും പവറിന്റെ യൂണിറ്റും എന്താണ് എന്നുള്ളതാണ്. അതിന് മുൻപ് ഇവിടെ കാണുന്നത് അത്ര പ്രാധാന്യമില്ല ഈ ഒരു ഭാഗം. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ രൂപത്തിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പവർ എന്നുള്ളത് വർക്ക് ബൈ ടൈം തന്നെയാണ്. ചെറിയ ടൈം ആണെങ്കിൽ ΔW ΔT എന്നെടുക്കാം. ഒരു നിശ്ചിത ഇന്റർവെൽ ആവുമ്പോൾ ഒരു വർക്കിന്റെ ചേഞ്ച് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം എന്ന് കൊടുക്കാം. ഇത് അതേ കോൺസെപ്റ്റ് തന്നെയാണ്, പക്ഷെ ഡെൽറ്റ ഉപയോഗിച്ചെന്ന് മാത്രം. ഡെൽറ്റ എന്ന് പറഞ്ഞാല് ഒരു ചെറിയ സമയത്തേക്ക് എടുക്കുന്ന വർക്ക്,
അതാണ് ഡെൽറ്റ ടി. ഇപ്പൊ ഞാന് രാവിലെ ഒരു 10 സെക്കൻഡ് സമയം ചെയ്ത വർക്ക് ആണ് ഡെൽറ്റ ഡബ്ല്യു. അതായത് ഇപ്പോ 10 - 20 എന്ന് പറയുന്ന പോലെ രണ്ടിന്റെ ഡിഫറൻസ് എടുക്കുമ്പോഴാണ് ഡെൽറ്റകൾ യൂസ് ചെയ്യുക. T1 - T2 അതൊരു ഡെൽറ്റയാണ്, ഒരു ചേഞ്ച് ആണ്. ഞാൻ ചെയ്ത വർക്ക് 50 ജൂളിൽ നിന്നും 60 ജൂളിലേക്ക് ഇൻക്രീസ് ആയി എന്ന് പറഞ്ഞാൽ അവിടെ 60 - 50 ഡെൽറ്റ ചേഞ്ച്. ഓക്കെ, അപ്പൊ ചേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡെൽറ്റ യൂസ് ചെയ്തത്, അല്ലാതെ വേറെ സംഭവങ്ങളൊന്നുമില്ല. ഡെൽറ്റ കണ്ടിട്ട് പേടിക്കാനൊന്നുമില്ല. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വർക്ക് എന്നാണ് കേട്ടോ. അവിടെ റെപ്രസെന്റേഷന് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? അത് കൺസിഡർ ചെയ്യണ്ട. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വർക്ക് എന്ന് അവിടെ വായിക്കാം എന്നത് ആണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ക്ലിയർ ആണോ? അവിടെ ലിമിറ്റ് ഡെൽറ്റ ടി ഈക്വൽ ടു 0 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്നുകൂടി ടിയുടെ വാല്യൂ 0 ആയിട്ട് എടുക്കുമ്പോൾ dw/dt എന്ന് എഴുതാം. നിങ്ങൾ ഡെറിവേഷൻ സയൻസ് എടുക്കുമ്പോൾ +2 മാത്സിൽ ഡെറിവേഷൻ ചെയ്യുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഒക്കെ അല്ലേ +2 മാത്സില് ഉണ്ടോ? അവിടെ dw/dt എന്നും ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്നൊക്കെ മാത്സ് എടുത്തവര് ഇവിടെ ഉണ്ടാവും. അങ്ങനെ അത് കേൾക്കാത്തതാണോ സംഭവം? നമുക്കതിന്റെ ആവശ്യമില്ല കൂടുതല്. ഫിസിക്സിൽ അത് കൂടുതലായിട്ട് അങ്ങനെ ചോദിക്കാറില്ല. പക്ഷെ എന്നാലും ഈ സംഗതികളൊക്കെ കാണാത്തവർ എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഇതാ ഇങ്ങനെ എഴുതിയിട്ട് dw/dt ഈ എഴുതുന്നത് ഇതുവരെ കാണാത്തവര് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാണ്, ജസ്റ്റ് നോക്കട്ടെ. ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് മാത്സിൽ കേട്ട തന്നെയാണെന്ന് കേട്ടോ. ക്ലിയർ ആണോ? അപ്പൊ ഉറങ്ങാണോ? ഇല്ല, കേട്ടിട്ടില്ല. ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ, വേറെ ടൈപ്പ് ചെയ്താൽ മതി. ഫസ്റ്റ് ടൈം ആണ്, രണ്ടുപേരും ഫസ്റ്റ് ടൈം ആണ്, കേട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ കേൾക്കാത്തവര് ഇനി അത് കേട്ട് വലിയ സംഭവമായിക്കൊന്നും വേണ്ട എന്നാണ്. ഫിസിക്സ് നമുക്ക് അത് കൂടുതൽ ആവശ്യമൊന്നുമില്ല. എന്താണ് എന്നുള്ളത് ചെറുതായിട്ടൊന്ന് പറയാം. അത് വലിയ സംഭവങ്ങൾ എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡെൽറ്റ എന്ന് പറയുന്നത് വലിയ ചേഞ്ച് ആണ്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. സുമയ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഉണ്ട് കേട്ടോ. സുമയ രാവിലെ 6 മണി മുതൽ 6:30 വരെ ചെയ്ത വർക്ക് അപ്പം ചുടുമായിരിക്കും അല്ലെ? അപ്പൊ അപ്പം ചുടാന് അരമണിക്കൂർ എടുത്തു വിചാരിച്ചോളൂ. അരമണിക്കൂർ അവള് ചെയ്ത വർക്കിന് 50 ജൂള് ഓൾറെഡി അവള് രാവിലെ എണീറ്റ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് 50 ജൂൾ വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്കിന്റെ യൂണിറ്റ് എന്താ പറഞ്ഞാണ്? വർക്കിന്റെ യൂണിറ്റ് എന്താ? എന്നാലേ ഞാൻ പറയുന്നത് മനസ്സിലാവുള്ളൂ. റിപ്ലൈ വേണം. വർക്കിന്റെ യൂണിറ്റ് എന്താ? കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു. വർക്കിന്റെ യൂണിറ്റ് ഇല്ലേ? വർക്കിന്റെ യൂണിറ്റ് ജൂളാണ്. വർക്കിന്റെ യൂണിറ്റ് റിപ്ലൈ വേണേ. എവിടെ പോയി? ജൂള്. വർക്കിന്റെ യൂണിറ്റ് ജൂൾ. അപ്പൊ രാവിലെ കറി ഉണ്ടാക്കാൻ 50 ജൂൾ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാല് 50 ജൂൾ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അവള് ഉപയോഗിച്ച എനർജിയെ തന്നെ എനർജി ജൂളിൽ പറയുന്നതാണ് 50. ഞാൻ ഉദാഹരണം പറയാണ്. 50 ജൂൾ എനർജി ആദ്യം കറി വെക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് 6 മണി മുതൽ 6:30 വരെ വർക്ക് ചെയ്തപ്പോ ടോട്ടൽ അവള് ചെയ്ത വർക്ക് 100 ജൂളായി എങ്കിൽ ടോട്ടൽ അവള് ചെയ്ത വർക്ക് എത്രയായി? 100 ജൂളായി, 100 ജൂളായി. ആദ്യം എത്രയായിരുന്നു? 50 ജൂളായിരുന്നു. അപ്പൊ അവള് അപ്പം ചുടാൻ എത്ര വർക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് പറഞ്ഞേ. 50 ജൂളായിരുന്നു സ്റ്റാർട്ടിങ്ങില്. അപ്പം ചുട്ടു കഴിഞ്ഞപ്പോ 100 ജൂളായി എങ്കിൽ അപ്പം ചുടാൻ എടുത്ത വർക്ക് എത്രയാണ്? 50. അപ്പോ ഈ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാല് ആദ്യം ചെയ്തത് 50 ആയിരുന്നു, പിന്നീട് 100 ആയി. അപ്പൊ 100 - 50 സമം 50 എന്ന് എഴുതുന്നതാണ് ഡെൽറ്റ ഡബ്ല്യു. അപ്പോ അവള് ചെയ്ത വർക്ക് 50 ജൂളാണ് എന്നെങ്ങനെ കിട്ടിയത്? അതാണ് ചേഞ്ച് ഇൻ വർക്ക്.
ആദ്യം 50 ആയിരുന്നു, പിന്നീട് 100 ആയി. അപ്പൊ 100 മൈനസ് 50 ചെയ്തപ്പോഴല്ലേ നിങ്ങൾക്ക് 50 കിട്ടിയത്? അല്ലേ? ആണോ അല്ലേ? അങ്ങനെ ചെയ്യുന്നതാണ് ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാല്. ചേഞ്ച് ഇൻ വർക്ക്. ചേഞ്ച് ഇൻ വർക്കാണ് ഡെൽറ്റ ഡബ്ല്യു. അപ്പൊ അപ്പം ചുട്ടപ്പോ കൂടിയല്ലോ, വർക്ക് ചേഞ്ച് ആയല്ലോ, അവള് ചെയ്ത വർക്ക് കൂടിപ്പോയി, കൂടിയിട്ടുണ്ട്. അപ്പൊ ആ ചേഞ്ചിനെ കാണിക്കാനാണ് ഡെൽറ്റ ഡബ്ല്യു എന്നൊക്കെ കൊടുക്കുന്നത്, അല്ലാതെ വേറെ സംഭവങ്ങളൊന്നും അല്ല കേട്ടോ. ഇനി താഴെ ഡെൽറ്റ ടി ഉണ്ട്. അപ്പൊ എന്താ ഡെൽറ്റ ടി? എന്താ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ ടൈം. അപ്പൊ അരമണിക്കൂർ സമയം 6 മണി മുതൽ 6:30 വരെ അല്ലായിരുന്നോ? അപ്പൊ എത്ര ചേഞ്ച് ഇൻ ടൈം? ഡെൽറ്റ ടി എത്രയാണ് എന്ന് പറഞ്ഞേ. ഡെൽറ്റ ടി എത്രയാണ്? 6:30 മൈനസ് 6 മണി. 6:30 മൈനസ് 6 മണി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി എത്ര മിനിറ്റ് ആയിരിക്കും? എത്ര മിനിറ്റാ? 30 മിനിറ്റ് ആണ്. 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? നമുക്ക് എല്ലാ ആൻസറും സെക്കൻഡിലേ പറയാൻ പാടുള്ളൂ. SI യൂണിറ്റ് ഓഫ് ടൈം സെക്കൻഡ് അല്ലേ? അപ്പൊ അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? പറഞ്ഞു നോക്കെ, അറിയോ നോക്കട്ടെ. അല്ലെങ്കിൽ രാവിലെ എണീറ്റിട്ട് അരമണിക്കൂറിലെ സെക്കൻഡ് സൂചി എത്ര പ്രാവശ്യം ജമ്പ് ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ എണ്ണി നോക്കിയാൽ മതി. അല്ലെങ്കിൽ എന്താ ചെയ്യാ? 30 ഇൻറ്റു ഒരു സെക്കൻഡിൽ എത്ര ജമ്പ് ചെയ്യും? സെക്കൻഡ് സൂചിന്റെ കൂടെ വേണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പറ്റ ബോറിംഗ് ആയിരിക്കും. ഇതിന്റെ കൂടെ വേണം. ഡെൽറ്റ ടി എന്ന് പറയുന്നത് അരമണിക്കൂറാണ്, 30 മിനിറ്റ് ആണ്. ഒരു മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ട് എന്ന് ആരെങ്കിലും എണ്ണി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാണ് വേഗം. 60 സെക്കൻഡ്. 60 സെക്കൻഡ് ആണ്. അപ്പൊ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ? സെക്കൻഡ്. 30 ഇൻറ്റു 60, 318ഉം 2 സീറോയും എത്ര വരും? 1800 സെക്കൻഡ് അല്ലെ? 318 ആണ്, 90 അല്ല, 9 അല്ല. 3 ഇൻറ്റു 6 18, 2 സീറോ. അപ്പൊ 1800 സെക്കൻഡ് ആണ് അവൾ ചെയ്ത ടൈം. കിട്ടിയോ? ഡെൽറ്റ ടി അപ്പൊ എത്രയാണ്? ഡെൽറ്റ ടി എത്രയാണ്? ഡെൽറ്റ ടി എത്രയാണ് പറഞ്ഞേ? ഡെൽറ്റ ടി 1800. അപ്പൊ ഈ ഡെൽറ്റ ഡബ്ല്യു നമ്മൾ ചെയ്തു 50 ജൂളാണ്. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 1800 സെക്കൻഡ് ആണ്. അതാണ് അപ്പൊ അവിടെ പവർ എത്രയെന്ന് കണ്ടുപിടിക്കണം. 50/1800 ചെയ്താൽ കിട്ടുന്നതാണ് അവിടെ പവർ. ഞാൻ 50 ജൂള് വെറുതെ എടുത്താട്ടോ. അപ്പം ചുടാനൊക്കെ നല്ല ജൂള് വേണം, 50,000 ഒക്കെ വേണം കേട്ടോ. 50 ഞാനൊരു ചെറിയ വാല്യൂ എടുത്തതാണ്. അപ്പോഴേ നിങ്ങൾക്ക് കറക്റ്റ് പവർ കിട്ടുള്ളൂ. അവർക്ക് അപ്പം ചുടാൻ നല്ല പവർ വേണം. ഞാൻ 50 എടുത്തത് ഒരു കുറച്ചെടുത്തു മാത്രം കേട്ടോ. നല്ല പവറുള്ള കുട്ടി തന്നെയാണ് കേട്ടോ. അപ്പോ പവർ എങ്ങനെയാ ഇപ്പൊ കണ്ടുപിടിച്ചത്? ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ ടി. സംഭവം മനസ്സിലായോ ഇല്ലെന്നൊന്ന് പറഞ്ഞെന്നാണ് ഈ വേഗം. ഇനി പറയണോ? വേണ്ട, മനസ്സിലായി. അപ്പോ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാല് ചേഞ്ച് ഇൻ വർക്കാണ്. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടൈം. നമ്മൾ എപ്പോ സ്റ്റാർട്ട് ചെയ്ത് എപ്പോ അവസാനിച്ചെന്ന് ആദ്യത്തെ മൈനസ് ചെയ്ത ഡെൽറ്റ ടി ആയി. അവിടെ ഡെൽറ്റ കാണുമ്പോഴത്തേനാകെ ത്രികോണൊക്കെ വരച്ച് കുത്തിരിക്കാണ്. അപ്പൊ ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാല് എത്രയാണോ വർക്കിന്റെ ചേഞ്ച് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. അതാണ് ആൻസർ. ഇനി അത് സംഭവം കഴിഞ്ഞു, ഞാനത് കഴിഞ്ഞു. ഇനി ഇവിടെ ഈ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഈ ലിമിറ്റ് ഇപ്പൊ അവള് ചെയ്തത് അരമണിക്കൂർ എടുത്തിട്ടല്ലേ? അരമണിക്കൂർ എടുത്തിട്ടല്ലേ അപ്പം ചുട്ടതാണോ? എന്റെ കൂടെ വേണേ. ഈ അരമണിക്കൂർ എന്നുള്ളത് ഒരു സെക്കൻഡ് കൊണ്ട് അപ്പം ചുടാൻ പറ്റൂല. ഒരു സെക്കൻഡ് ഉള്ള ഒരു പ്രവൃത്തി. സമയം ചെറുതാക്കുക. ഒരു സെക്കൻഡ് കൊണ്ട് അപ്പം ഒരു പ്രാവശ്യം പാരാൻ പറ്റും അല്ലെ? അപ്പൊ അതാണ് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് പറഞ്ഞാല് ഡെൽറ്റ ടി ചെറുതാക്കിയിട്ട് സീറോയിനോട് അടുത്തെത്തിക്കുക എന്നാണ് ഈ ഒരു സംഭവത്തിന്റെ മീനിങ്. അതായത് അപ്പം ചുടല് ചെറിയ സമയത്തേക്ക് കൊണ്ടുവരിക. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ അപ്പം ചുടലല്ല വിഷയം കേട്ടോ, വേറെ കാര്യം. വർക്ക് ചെയ്തത് എന്തോ ആവാം. അപ്പം ചുടൽ വർക്കായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തുവിടുക എന്നുള്ളത് ഞാൻ മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം. അപ്പോ സമയത്തെ സീറോയോട് അടുപ്പിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഡെൽറ്റ എന്ന് എഴുതി വലിയ സംഭവം ആക്കില്ല. അവിടെ നമ്മൾ ഡി എന്ന് എഴുതുള്ളൂ. ഡി ഡബ്ല്യു ബൈ ഡി ടി എന്ന് എഴുതുള്ളൂ. സമയം ചെറുതാണെങ്കിൽ ഡി ഡബ്ല്യു ബൈ ഡി ടി എന്ന് എഴുതുള്ളൂ. മനസ്സിലായോ? ഡെൽറ്റാനെ ഡി എന്ന് എഴുതുന്നത് സമയം വളരെ വളരെ ചെറുതാവുമ്പോഴാണ്, സീറോയോട് അടുക്കുമ്പോഴാണ്. ഇത്രയേ ഉള്ളൂ ഉദ്ദേശം. മനസ്സിലായോ? അപ്പൊ ഡെൽറ്റ എന്ന് ഒഴിവാക്കിയിട്ട് ഡി എന്നാക്കണമെങ്കിൽ സമയം വളരെ മൈന്യൂട്ട് സെക്കൻഡുകളാണെങ്കിൽ
അവിടെ നമ്മൾ dw/dt എന്നാണ് എഴുതുക. എത്രയേ ഉള്ളൂ കോൺസെപ്ഷ്യലി. ക്ലിയർ? അതാണ് അതിന് സിംബോളിക്കലി എഴുതിയതാണ്. ഇതൊന്ന് വായിച്ചു നോക്കി. ദ റേറ്റ് ഓഫ് വർക്ക് ഇസ് നോട്ട് ഡൂയിങ് കോൺസ്റ്റന്റ്. ദിസ് റേറ്റ് മേ വേരി. ഇൻ സച്ച് കേസസ് വി മേ ഡിഫൈൻ ഇൻസ്റ്റന്റേനിയസ് പവർ. ഇൻസ്റ്റന്റേനിയസ് എന്ന് പറഞ്ഞാൽ ചെറിയ സമയത്ത് പെട്ടെന്ന് ഉണ്ടാവണില്ലല്ലോ ഇൻസ്റ്റന്റേനിയസ്. അതിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് ടൈം എടുത്തു കഴിഞ്ഞാൽ ടി എന്നാക്കി എഴുതാം. നമുക്കതൊന്നും ഇപ്പൊ ആവശ്യമില്ല. പക്ഷെ ടെക്സ്റ്റിൽ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. dw/dt എന്ന് പറഞ്ഞ വലിയ സംഭവമാണ് എന്ന് വിചാരിച്ചിരിക്കൊന്നും വേണ്ട. നമ്മൾ ഉദ്ദേശിച്ച സമയം കുറക്കുമ്പോൾ ഡി ആക്കി മാറ്റും. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ യൂണിറ്റിലേക്ക് പോവാണ്. യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് എന്നാണ് ഇപ്പൊ നമുക്ക് കിട്ടിയത്. അത് കണ്ടുപിടിച്ച ആളാണ് ജെയിംസ് വാട്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മക്ക് വേണ്ടിയിട്ട് വാട്ട് എന്നാണ് പവറിന്റെ യൂണിറ്റ്. ഏതൊരു സിമ്മിൽ വാട്ട് എന്നൊക്കെ പറയുന്നത് ഒക്കെ നിങ്ങൾ കണ്ടുപിടിച്ചോണ്ടി. പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്. ജൂൾ പെർ സെക്കൻഡ് ആണ് കറക്റ്റ് കേട്ടോ. ജൂൾ പെർ സെക്കൻഡ് ആണ്. അത് നമ്മളെ ജെയിംസ് വാട്ടിന്റെ ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ട് വാട്ട് എന്ന് കൊടുത്തതാണ്. ജൂൾ പെർ സെക്കൻഡ് എഴുതിയാലും SI യൂണിറ്റ് ആണ്. വാട്ട് എന്ന് എഴുതിയാലും SI യൂണിറ്റ് ആണ്. വാട്ടിന്റെ സ്പെല്ലിംഗ് WATT ആണ് എന്ന് ഓർക്കുക കേട്ടോ. അത് ജെയിംസ് വാട്ട് ആണ്. അദ്ദേഹത്തിന്റെ ഓണറബിൾ ആയിട്ട് അദ്ദേഹം മരിച്ച ശേഷം ടെലിസ്കോപ്പ് കണ്ടുപിടിച്ച് വലിയ സംഭവമാക്കിയതല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മക്ക് വേണ്ടിയിട്ട് വാട്ട് എന്ന് പറയുന്ന യൂണിറ്റ് കൊടുത്ത. എന്താ യൂണിറ്റ്? പവറിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞേ. വേഗം ഉഷാറായിട്ട് പറഞ്ഞേ. പവറിന്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ്. ജൂൾ പെർ സെക്കൻഡ്. വാട്ട് കൂടി ഉണ്ട് കേട്ടോ. വാട്ട്. അപ്പൊ ഇനി ഡയമെൻഷൻ കണ്ടുപിടിക്കണം. ഡയമെൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ വർക്കിന്റെ ഡയമെൻഷൻ ഓൾറെഡി നിങ്ങൾക്ക് അറിയുണ്ടാവും. അതിൽ നിന്ന് ഒരു സമയം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. നമുക്കിവിടെ ടെക്സ്റ്റ് പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ പോയോ കേട്ടോ. ഓൾറെഡി ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വർക്ക് ബൈ ടൈം ആണ്. അതിൽ വർക്ക് എന്ന് പറഞ്ഞാല് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഡിവൈഡ് ബൈ ടൈം വരും. ഇവിടെ വരെ എത്തിയോ നോക്കിയും. ഡയമെൻഷൻ ആണ്. താഴെയാണ് എഴുതുന്നത്. ഫോഴ്സ് വർക്ക് ബൈ ടൈം എന്ന്, പവറിന് വർക്ക് ബൈ ടൈം എന്ന് എഴുതി. അതിൽ വർക്കിന് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സിന്റെ ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് അതിനെ പിരിച്ചെഴുതി. ഡയമെൻഷൻ എഴുതുമ്പോൾ ഏറ്റവും ബേസിക്കിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നമുക്കറിയുന്നത് എഴുതി കൊടുക്കുക. ബാക്കി കളയാനുള്ളതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാല് അവസാനം കിട്ടുന്ന പരിപ്പുവടയാണ് നമ്മുടെ ഡയമെൻഷന്. അപ്പൊ ഒന്ന് നോക്കി എങ്ങനെ ഉണ്ടാക്കാന്ന്. ആദ്യം പവറിനെ വർക്ക് ബൈ ടൈം ആക്കി. വർക്കിന്റെ സമവാക്യം നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണെന്ന്. അത് ഇവിടെ കൊടുത്ത് ഫോഴ്സിന്റെ ഡയമെൻഷൻ ആയിരിക്കും പറയാം. ഫോഴ്സിനെ വീണ്ടും ചെറുതാക്കിയിട്ടുണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ. സെക്കൻഡ് ലോയിൽ നിന്നും ഫോഴ്സിന്റെ സമവാക്യം എന്ന് പറഞ്ഞ എല്ലാരും ഒരാള് നമ്മൾ പഠിച്ചത് തന്നെയാണ് കേട്ടോ. വീണ്ടും റീകോൾ ചെയ്യുന്നത്. ഒരാള് മാത്രമാണ് മറുപടി പറയുന്നത് ഞാൻ നോക്കുന്നുണ്ട്. അപ്പോ എന്നും പഠിച്ചത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ ക്ലാസ്സിൽ വരുമ്പോ വെറുതെ കുട്ടിക്ക് ചോറ് കൊടുത്തിരിക്കാൻ മാത്രല്ല, കൂട്ടത്തില് ഒരു അരമണിക്കൂർ വായിച്ചിട്ട് വേണം കേട്ടോ ക്ലാസ്സിൽ കയറാൻ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുമ്പോൾ മറുപടി ഒരാൾ മാത്രമാണ് പറയുന്നതെങ്കിൽ അതിന്റെ മീനിങ് കുട്ടിക്ക് ചോറ് കൊടുക്കാൻ മാത്രമേ നടക്കണുള്ളൂ, അരമണിക്കൂർ എടുത്ത് വായിക്കണില്ല എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ. വായിക്കാത്തവരൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് വായിച്ചിട്ട് വേണം ക്ലാസ്സിൽ വരാന്. എന്നാലേ ഞാൻ ചോദിക്കുമ്പോ മറുപടി പറയാൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അല്ല ഒരാളിന്റെ മറുപടി പറയേണ്ടി അങ്ങനെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഫോഴ്സിന്റെ സമവാക്യം എന്താണ്? സെക്കൻഡ് ലോയിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. F is equal to ma ആണ്. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 2 അക്ഷരത്തിൽ ബോക്സിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ബാക്കിയുള്ള ഡിസ്റ്റൻസ് ബൈ ടൈം ഇവിടെ ഓൾറെഡി കിടക്കുന്നുണ്ട്. ഇനി മാസിന്റെ യൂണിറ്റ് അറിയോ? മാസിന്റെ ഡയമെൻഷൻ അറിയോ? മാസിന്റെ ഡയമെൻഷൻ അന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ എഴുതിയിരുന്നു. മാസിന്റെ ഡയമെൻഷൻ m അല്ലേ? ആക്സിലറേഷന്റെ ഡയമെൻഷൻ ഒരാൾ പറഞ്ഞേ പറ്റും. അതാണ് ഏറ്റവും അടിസ്ഥാനമായിട്ട് പഠിച്ചത്. മാസിന്റെ ഡയമെൻഷൻ അല്ല, ആക്സിലറേഷന്റെ ഡയമെൻഷൻ പേര് വിളിക്കാൻ പറ്റും. വെലോസിറ്റി ബൈ ടൈം. അത് ഇക്വേഷൻ ആണ്. ആക്സിലറേഷന്റെ ഡയമെൻഷൻ നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. കാരണം ഇനി അതിനെയും ബേസിക്കിലേക്ക് പോകണമെങ്കിൽ ബേസിക്കിലേക്ക് ഇക്വേഷൻ എഴുതി പോകുമ്പോൾ അങ്ങനെ സമയം പോകും. ആക്സിലറേഷൻ വരെ എഴുതിയാൽ മതി. എന്നിട്ട് അതിന്റെ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുക. L ഡിവൈഡഡ് ബൈ LT റൈസ് ടു മൈനസ് 2. LT റൈസ് ടു മൈനസ് 2 അതിനെ L/T² എഴുതാം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഡിസ്റ്റൻസിന്റെ L ആണ്, T-യുടേത് ടൈം ആണ്. അപ്പൊ എന്താ കിട്ടിയത്? M പിന്നെ ആക്സിലറേഷന്റെ ഡയമെൻഷൻ L ഡിവൈഡ് ബൈ T² ആണ്. പിന്നെ ഡിസ്റ്റൻസിൻ്റെത് L എഴുതി കൊടുത്തു, ടൈമിൻ്റെത് താഴെ T എഴുതി കൊടുത്തു. ഇത്രയാണ്
പവറിന്റെ ഡയമെൻഷൻ ഇതിനെ കട്ട് ചെയ്ത് കളയാനുള്ളവരൊക്കെ കട്ട് ചെയ്ത് കളയാം. മുകളിൽ 2 എല്ലുകളില്ലേ, അപ്പോ ഒരു എം ഉള്ളൂ, എം ഒന്നുള്ളൂ, എല്ല് 2 എണ്ണമാണ്. അപ്പൊ L² വന്ന് ടി താഴെ എത്ര എണ്ണം ഉണ്ട്, ടി എത്ര എണ്ണം ഉണ്ട്, ഡിനോമിനേറ്ററിലാണ് എല്ലാ ടീകളും. എത്ര എണ്ണം ഉണ്ട്? 3. 3 എണ്ണം ഉണ്ട്. ഓക്കെ. അപ്പൊ മുകളിലേക്ക് എഴുതുമ്പോ -3 mL² T⁻³ എന്നാണ് ഷോർട്ട് ആയിട്ട് എഴുതുന്നത് കേട്ടോ. ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട് mL² T⁻³ ഇതിപ്പോഴും സംശയം ഉള്ളവരുണ്ടോ? ക്ലാസ് കയറാതെ, ക്ലാസ്സിക്ക് ലൈവിലായാലും റെക്കോർഡഡ് ആയാലും കയറാതെ വരുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അവരെന്ത് ചെയ്യാ, ആദ്യം ഇത് കണ്ടിട്ട് വരിക, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതില് ഡൗട്ട് ഉണ്ടാകാൻ വഴിയൊന്നുമില്ല, കാരണം ആക്സിലറേഷൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ ക്ലാസ് കേൾക്കണം. രണ്ടാമത് കണക്ട് ചെയ്യുന്നത് നമ്മൾ വർക്കിന്റെ ഡയമെൻഷൻ കണ്ടുപിടിച്ചപ്പോഴും സ്റ്റെപ്പ് ചെയ്തു, ഇപ്പോ നമ്മൾ വീണ്ടും ചെയ്തു. അപ്പോ ചെയ്യേണ്ടത് ഇങ്ങനെ എഴുതിയിട്ട് എല്ലുകൾ എത്ര എണ്ണം ഉണ്ട്, അപ്പൊ 2 എണ്ണം ഉണ്ട്, അപ്പൊ L² ആയി. ടികളെല്ലാം ഡിനോമിനേറ്ററിലാണ്, അപ്പൊ മൈനസ് വരും. 3 എണ്ണമാണ് ഉള്ളത്, അപ്പൊ 3 ആണ്. എം ഒന്നേ ഉള്ളൂ, അത് മുകളിൽ തന്നെയാണ്. അപ്പൊ mL² T⁻³ ആണ് ആരുടെ ഡയമെൻഷൻ? പവറിന്റെ ഡയമെൻഷൻ. ഇതിൽ ക്ലാസ് കയറാത്തവരുണ്ടോ നോക്കട്ടെ, ആർക്കാ മനസ്സിലാവാത്ത? ക്ലാസ് കാണാത്തവരുണ്ടോ നോക്കണം. ഡയമെൻഷൻ മനസ്സിലാവാത്തവരുണ്ടോ? ഉണ്ടാവാൻ പാടില്ലേ, കാരണം ഡയമെൻഷൻ നിർബന്ധമായിട്ടും ചോദിക്കുന്നതാണ്. അന്ന് മുതൽ ഏതും ചോദിക്കാം. പവർ, വർക്ക്, ഫോഴ്സ്, വർക്ക് ഒക്കെ ചോദിക്കാം. ഓരോന്ന് വരുമ്പോൾ, ഇക്വേഷൻ വരുമ്പോഴും കൂടിക്കൂടിയേ വരിക. ആദ്യത്തെ പഠിച്ചാലേ രണ്ടാമത്തെ ഈസി ആവുള്ളൂ. മനസ്സിലാവാത്തവരുണ്ടോ? ഡയമെൻഷൻ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ, ക്ലാസ് കേൾക്കണേ. ഉണ്ടോ? ക്ലിയർ ആണോ? ഒന്ന് ടൈപ്പ് ചെയ്തേ. Clear. എന്നാ ഒന്ന് പറഞ്ഞേ, പവറിന്റെ ഡയമെൻഷൻ. ഞാൻ പേര് വിളിക്കപ്പോ ബാക്ക് അടിക്കണം. 18 പേരുണ്ട്. നമ്മുടെ ജസ്ന ഒന്ന് പറയാവോ? ഡയമെൻഷൻ ഓഫ് പവർ. Mass into acceleration into distance by time. മാസിന്റെ ആക്സിലറേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം ഇക്വേഷൻ ആണ്. ഡയമെൻഷൻ എന്ന് പറഞ്ഞാല് അവസാനത്തതാണ് പറയേണ്ടത്. mL² T⁻³ എന്ന് പറഞ്ഞേ, mL² T⁻³ അതാണ് ഡയമെൻഷൻ കേട്ടോ. മറ്റേതൊക്കെ അതിന്റെ വഴി വരുന്ന ആൾക്കാരാണ്. അവർ നോക്കിയിട്ട് അവസാനം ജ്യൂസ് കുടിക്കുമ്പോ അവസാനം ജ്യൂസ് എടുക്കുന്നത് മാത്രമല്ല കേട്ടോ. അപ്പൊ അവസാനം കിട്ടിയത് പ്രോഡക്റ്റ് ആണ്, അതിൽ ആരൊക്കെ ആഡ് ചെയ്തു എന്നുള്ളത് mL² T⁻³ ആണ് ഫൈനലി ഡയമെൻഷൻ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് പോട്ടെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോട്ടെ. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? എല്ലാവരും ക്ലാസ് കേൾക്കണേ, പഴയ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് കേൾക്കണേ. ഓക്കെ, നെക്സ്റ്റ്. ഇതില് നമ്മള് പറഞ്ഞിരുന്നു പവറിനെ കണ്ടുപിടിക്കാനുള്ള യൂണിറ്റ് വാട്ടാണ്. പവറിനെ കണ്ടുപിടിക്കാനുള്ള യൂണിറ്റ്, പവറിന്റെ യൂണിറ്റ് വാട്ടാണ്. എന്നാല് എനർജി, നമ്മുടെ വീടുകളില് കറണ്ട് ബില്ല് വരുമ്പോ അവിടെ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്ന യൂണിറ്റ് ആണ് kWh. അതിനെ നമ്മൾ വിളിക്കുന്നത്, ചോദ്യം വരിക, വാട്ട് ഈസ് ദ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് പവർ എന്ന് ചോദിക്കാം. കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് പവർ kWh ആണ്. കോമൺലി യൂസ്ഡ് ടു ഫൈൻഡ് ഇലക്ട്രിക്കൽ എനർജി എന്നൊക്കെ ഇവിടെ എഴുതിയത് കണ്ടോ നോക്കുക. ഒരു 1 വേർഡ് ചോദ്യം വരാനുള്ള സാധ്യത ഉണ്ട് ഈ ഭാഗത്ത്. kWh കൊമേഴ്ഷ്യൽ യൂണിറ്റ് ആണ്. നമ്മള് കറണ്ട് ബില്ലൊക്കെ വരുന്നത് kWh. അപ്പൊ 1 kWh എത്ര ജൂൾ ആണ് എന്നുള്ളതും നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കണം. 1 kWh എത്ര ജൂൾ ആണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത് HP ആണ്. 1 HP ഹോഴ്സ് പവർ ആണ്. HP യുടെ ഫുൾ ഫോം ഹോഴ്സ് പവർ ആണ്. കുതിര ശക്തി എന്നാണ് മലയാളത്തിൽ പറയാം, ഹോഴ്സ് പവർ. അപ്പോ നമ്മൾ ഇപ്പോഴും നിങ്ങളുടെ വീട്ടിലുള്ള മോട്ടർ എത്ര HP ആണ് എന്നാണ് വയറിങ്ങാർ ചോദിക്കുക. 10 HP,
അങ്ങനെയൊക്കെ പറയാറുണ്ട്. 2 HP 3 HP അങ്ങനെയൊക്കെ ഓരോ HP പറയാറുണ്ട്. ആ HP എന്ന് പറയുന്നത് പവറിന്റെ യൂണിറ്റ് ആണ്. ഒരു സെക്കൻഡിൽ എത്രത്തോളം സ്പീഡില് മോട്ടോർ വാട്ടറിനെ പമ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാനാണ്. 1 HP എന്ന് പറഞ്ഞാൽ 746 വാട്ട്സ് ആണ്. 746 വാട്ട്സ് അത്രയും പവർ ആണ്. ഒരു HP എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നുള്ളത് ചെറുതല്ല, 746 വാട്ട്സ് ആണ്. അപ്പൊ 10 HP ആകുമ്പോൾ അതിനനുസരിച്ച് വാട്ട്സ് കൂടും, റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് കൂടും. അത് ഒരു പോയിന്റ്, അതൊരു ക്വസ്റ്റ്യൻ. HP എന്തിന്റെ യൂണിറ്റ് ആണ്? ഒരു HP എത്ര വാട്ട്സ് ആണ്? 746 വാട്ട്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട്സ് ദ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് പവർ. കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജി ചോദിക്കുകയാണെങ്കിൽ കിലോ വാട്ട് ഹവർ കേട്ടോ. കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജി ആണ്. കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജി ആണ് കിലോ വാട്ട് ഹവർ. കിലോ വാട്ട് ആണ് പവറിന്റെ യൂണിറ്റ്. ഒന്ന് ശ്രദ്ധിക്കുക, കിലോ വാട്ട് ഹവർ ഉണ്ടെങ്കിൽ അത് എനർജിയാണ്. E=PT ആണ്. കിലോ വാട്ടുമ്പോ മാത്രം നിർത്തുകയാണെങ്കിൽ പവറും ഹവറും കൂടി വരുമ്പോ എനർജിയുടെ യൂണിറ്റുമാണ്. അതൊരു പോയിന്റ് ആയിട്ട് കൊടുക്കണോ? ഒരു പോയിന്റ് എഴുതിക്കൊന്ന്. Commercial unit of energy is kilowatt hour. Commercial unit of energy is Commercial unit of energy energy. is kilowatt hour. Kilowatt hour. Kilowatt hour. ഒരു കിലോ കഴിഞ്ഞില്ലേ? ഒരു കിലോവാട്ട് ഹവർ എത്ര ജൂൾ ആണ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ഞാൻ വായിക്കാണേ. ഒരു കിലോവാട്ട് ഹവർ എത്ര ജൂൾ ആണ്? എല്ലാവരും റെഡി ആണെങ്കിൽ ഒരു പേപ്പർ എടുത്തേ. പേപ്പർ കയ്യിലുണ്ടാവും, ഇല്ലാതിരിക്കാൻ പാടില്ല. അപ്പോ ഒരു കിലോവാട്ട് ഹവർ ഇങ്ങനെയാണ് എഴുതുക. KWH, കിലോവാട്ട് ഹവർ. KWH. H സ്മോൾ ലെറ്റർ ആണ്, K സ്മോൾ ലെറ്റർ എഴുതാറുണ്ട്, W ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതാറ്. ഒരു കിലോവാട്ട് ഹവർ എത്ര ജൂൾ ആണ്? ഡാഷ് ജൂൾ. ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിനും ചോദിക്കാം. 1 വേർഡും ചോദിക്കും, 2 മാർക്കിനും ചോദിക്കാം. കിലോവാട്ട് ഹവർ ഈക്വൽ ടു ഡാഷ് ജൂൾ. എങ്ങനെ കണ്ടുപിടിക്കാം? ഇൻട്രസ്റ്റഡ് ആണെങ്കിലേ പറയുള്ളൂ ഇത്. കാരണം സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ ഞാൻ ചെയ്തു തരണമെങ്കിൽ നിങ്ങൾ റിപ്ലൈ തരണം, അല്ലെങ്കിൽ നടക്കൂല. ക്ലാസ്സുകൾ കാണാതെ വരരുത്. ക്ലാസ്സുകൾ കണ്ട ശേഷം മാത്രം നെക്സ്റ്റ് ക്ലാസ്സിൽ കയറാം. ഓക്കെ. അപ്പൊ ഒരു കിലോവാട്ട് ഹവർ എന്ന് പറഞ്ഞാൽ എത്ര ജൂൾ ആണ് എന്നറിയണമെങ്കിൽ ഈ എഴുതിയിട്ടുള്ള ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉണ്ടല്ലോ, കിലോ, വാട്ട്, ഹവർ, ഇതൊക്കെ എന്തിനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യുക ചെയ്യേണ്ടത്. ഒരു കിലോ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാന്ന് ചോദിച്ചാൽ എന്താ പറയാ? നോക്കട്ടെ. കടയിൽ പോലെ അങ്ങനെ 1000 ആണ്. ഒരു കിലോ എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം. അതുപോലെ തന്നെ ഇവിടെയും കിലോ എന്ന് പറഞ്ഞാൽ 1000 തന്നെയാണ്. കിലോ എന്ന് പറഞ്ഞാൽ 1000. ഈ 1000നെ 10⁻³ ഇങ്ങനെ എഴുതാം, 10⁻³ എന്നൊക്കെ എഴുതാം. അങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് എഴുതാറ്. എന്താ കണ്ടോ? 10⁻³ ഒരു കിലോക്ക് പകരമാണ് ഇവിടെ 10⁻³ എന്ന് എഴുതിയത്. അപ്പൊ ഞാൻ ഈ 10നെ 10⁻³ ഇവിടെ 1000 എന്ന് എഴുതി. ഇൻറ്റു. ഇനി വാട്ട് എന്ന് പറയുന്നത് ഓൾറെഡി പവറിന്റെ യൂണിറ്റ് ആണ്, അതുകൊണ്ട് ഇതിനൊന്നും ചെയ്യണ്ട, വാട്ടിനൊന്നും ചെയ്യണ്ട. പിന്നെ ഉള്ളത് ഹവർ ആണ്. ഒരു ഹവർ എത്ര സെക്കൻഡാ? ഹവർ SI യൂണിറ്റ് അല്ലല്ലോ. ഹവർ എന്ന് പറഞ്ഞാല് മണിക്കൂറാണ്. അത് എത്ര സെക്കൻഡ് ആണ്? സെക്കൻഡ് ആണ് നമ്മുടെ SI യൂണിറ്റ്. അപ്പൊ ഒരു ഹവറിൽ എത്ര സെക്കൻഡ് ഉണ്ടാവും എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഒരു ഹവറിൽ എത്ര സെക്കൻഡ് ഉണ്ടാവും പറഞ്ഞേ? ഒരു മണിക്കൂറിൽ എത്ര ഉണ്ടാവും? ഹവർ അല്ലേ? ഒരു ഹവർ ഒരു മണിക്കൂറാണ്. ഒരു മണിക്കൂറിൽ എത്ര സെക്കൻഡ് ഉണ്ടാവും എന്ന് അറിയണമെങ്കിൽ ആദ്യം എത്ര മിനിറ്റ് ഉണ്ടാവും എന്ന് അറിഞ്ഞാൽ മതി. എത്ര മിനിറ്റ് ഉണ്ട് എത്ര സെക്കൻഡ് ഉണ്ട് ഒരു മിനിറ്റില്? ഒരു മിനിറ്റില് എത്ര സെക്കൻഡ്? 60. അപ്പൊ 60 ഞാൻ എഴുതിയേ. ഇനി ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ് ഉണ്ട്? വീണ്ടും ഒരു 60 വരില്ലേ? 60. ഇതാണ് ആൻസർ. 1000 ഇൻറ്റു 60 ഇൻറ്റു 60. 60 ഇൻറ്റു 60 ആർക്കെങ്കിലും അറിയോ? 1000 ഇൻറ്റു 60.
3620 3600. ഇതാണ് ആൻസർ. ഇതാ നോക്കി, ഇതവിടെ ഉണ്ട്, എഴുതണൊക്കെ അവിടെ ഉണ്ട്. 3600 ഇൻറ്റു 10⁻3 എന്ന് പറഞ്ഞാൽ 1000 ആണ് കേട്ടോ. അതൊന്ന് കൂട്ടി നോക്കിയും ഇത് കിട്ടുന്നുണ്ടോ നോക്കിയും. 36 ഒറ്റ 10 100 1000 10000 ലക്ഷം 36 ലക്ഷം കിട്ടുന്നുണ്ടോ നോക്കിയും. 36 പിന്നെ എത്ര പൂജ്യം ഉണ്ട്? 5 പൂജ്യം അല്ലേ? അത്രയും അതെ. ജൂള് കേട്ടോ. അത്രയും ജൂളാണ് ആൻസർ. അപ്പൊ അതിന് 3.6 × 10⁶ ജൂൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് അറിയാമെങ്കിൽ എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ 36 ലക്ഷം എന്ന് എഴുതി വെക്കുക. അത്രയും ജൂള് കേട്ടോ. 36 ലക്ഷം ജൂൾ എന്ന് കിട്ടിയോ? അതാണ് 1 കിലോവാട്ട് ഹവർ. അത്ര മതി. 1 കിലോവാട്ട് ഹവർ എത്ര ജൂളാണ്? ഒരാൾ പറഞ്ഞേ. 36 ലക്ഷം. 36 5 പൂജ്യം. മായ്ക്കട്ടെ, എഴുതിയെടുക്കാണ്ടൊക്കെ എഴുതിയെടുത്തോ. ഞാൻ മായ്ക്കുവേ, ഇല്ലെങ്കിൽ പറയണം. Yes, sir. ഓക്കെ, ക്ലിയർ. മായ്ക്കാണേ. അത് മായ്ക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് മായ്ക്കാം. അപ്പൊ അങ്ങനെയാണ് കിലോവാട്ട് ഹവറിനെ ജൂളിലാക്കുക. കൺഫ്യൂഷൻ ഉണ്ടോ നോക്കുക. ഒന്നുകൂടി വീഡിയോസ് കാണുക ക്ലാസ് കഴിഞ്ഞിട്ട്. അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് വീണ്ടും കാണാം കേട്ടോ. അപ്പോ ഡബിൾ സ്പീഡിൽ കണ്ടാൽ മതി. അപ്പോ എങ്ങനെയാണ്, അല്ലെങ്കിൽ ലെക്ചർ നോട്ട് എഴുതിയെടുത്ത് വീണ്ടും റിവൈസ് ചെയ്താലും മതി. 36 ലക്ഷം എന്ന് വന്നത് വളരെ സിമ്പിൾ ആണ്. കിലോവാട്ട് ഹവർ ആണ് SI കൊമേഴ്ഷ്യൽ യൂണിറ്റ്, SI യൂണിറ്റ് ജൂൾ ആണ് എനർജിയുടെ. അപ്പോ കിലോ എന്ന് കാണുമ്പോൾ 1000 കൊടുത്ത്, ഹവർ എന്ന് കാണുമ്പോൾ 36000 കൊടുത്ത്, അത്രയും സെക്കൻഡ് ഉണ്ട്. 2 കുടിച്ചപ്പോൾ 36 ലക്ഷം കിട്ടി. അതാണ് സംഭവം. ക്ലിയർ? അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണേ. ഓക്കെ ആണോ? Okay, sir. Okay, sir. ഇനി 2 ഡെറിവേഷൻ കൂടിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. 2 ഡെറിവേഷൻ, അതായത് വർക്ക് ആൻഡ് കൈനറ്റിക് എനർജി. വർക്കും കൈനറ്റിക് എനർജിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? വർക്കും ആരൊക്കെ തമ്മിലുള്ള ബന്ധമാണ്? വർക്കും Kinetic energy. Kinetic energy. വർക്കും കൈനറ്റിക് എനർജിയും. അല്ലാതെ നമ്മുടെ ക്ലാസ്സിൽ ഒരാളും മറ്റൊരാളും തമ്മിലുള്ള ബന്ധമല്ല. വർക്കും കൈനറ്റിക് എനർജിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റൂ? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? എനിവൺ നോ വാട്ട് ഈസ് കൈനറ്റിക് എനർജി? എനർജി ആണ് അല്ലേ? എനർജി അല്ലേ? ആണ്. എപ്പോ ഉണ്ടാകുന്ന എനർജിയാണ്? ജ്യൂസ് കുടിക്കുമ്പോഴാ? ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ, ചലിക്കുമ്പോൾ അതിന് കിട്ടുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. എങ്ങനെ? ഇറ്റ് ഈസ് ദ എനർജി ഒബ്ടൈൻഡ് ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ എന്നാ പറയാ ഡെഫിനിഷൻ. അവിടെ ഉണ്ട്, അടുത്ത പേജിലുണ്ട്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദ എനർജി ഗെയിൻഡ് ഡ്യൂ ടു മോഷൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ എനർജി ഗെയിൻഡ് ബൈ വിർച്യൂ ഓഫ്. അതാണ് കറക്റ്റ് വേർഡ് യൂസ് ചെയ്യാറ്, ബൈ വിർച്യൂ ഓഫ്. അത് കാരണമായി സംഭവം അത്രേ ഉള്ളൂ. അപ്പൊ ഒരു ബസ് ഇങ്ങനെ ഹൈ സ്പീഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മുന്നിൽ ഒരാൾ നിന്നിടത്ത് എന്തെങ്കിലും പറ്റുമോ? ബസ് മൂവ് ചെയ്തോണ്ടിരിക്കുമ്പോ അതിനൊരു എനർജി ഉണ്ട്, അത് ഇടിച്ച് സംബന്ധിയാക്കും. പക്ഷെ മൂവ് ചെയ്യാത്ത സമയത്ത് അതിന്റെ മുമ്പ് പോയിരുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? അതിന് എനർജി ഉണ്ടോ? ഇല്ല. അപ്പൊ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോ അതിനൊരു എനർജി കിട്ടും. അത് മുമ്പ് പോയി നോക്കി കാണാം. ഒരു കല്ലിനെ നമ്മൾ പിടിക്കുമ്പോഴോ, അല്ലെങ്കിൽ കല്ല് നമ്മൾ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ടോ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഹൈ സ്പീഡിൽ വരുന്ന ഒരു കല്ലിനെ ഇങ്ങനെ തട്ടി നോക്കിയാൽ കയ്യിൽ രസം ഉണ്ടാവൂലേ? വേദന ആവൂലേ? അപ്പൊ ആ കല്ലിന് എനർജി കിട്ടും. എപ്പോ? അത് ചലിക്കും. അതുപോലെ എല്ലാ ഒബ്ജക്റ്റുകളും ചലിക്കുമ്പോൾ, ഹൈ സ്പീഡിൽ മൂവ് ചെയ്യുമ്പോൾ അതിനൊരു എനർജി ഉണ്ട്. ആ എനർജിനെ വിളിക്കുന്ന പേരാണ് കൈനറ്റിക് എനർജി. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടി ഇങ്ങനെ വരാന്തി കൂടി ഹൈ സ്പീഡിൽ ഇങ്ങനെ ഓടുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ആദ്യത്തെയും ഇങ്ങനെ ഓടുകയാണ്, ഹൈ സ്പീഡിൽ ഓടി വരികയാണ്. അതിന് മുമ്പ് വേറെ ആളെങ്കിലും ചാടിയാൽ എന്ത് ചെയ്യും? ബ്രേക്ക് കിട്ടിയില്ലെങ്കിൽ ആ ആളെയും കൊണ്ടാണ് പോകും അല്ലെ? അപ്പൊ ആ ഒബ്ജക്റ്റിന് എനർജി ഉണ്ട്, അതുകൊണ്ടാണ് മറ്റൊരാളെ തട്ടിത്തെറിപ്പിക്കാൻ കഴിയുന്നത് അല്ലെ? ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിൽ എനർജി ഫോഴ്സ് കൊടുക്കണമെങ്കിൽ എനർജി വേണ്ടേ? ആ എനർജി എങ്ങനെ കിട്ടിയത്? അനങ്ങാതെ നിൽക്കുന്ന ഒരു വസ്തുവിന് അവിടെ എനർജി ആവശ്യമല്ല. ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. മനസ്സിലായോ? എന്താ കൈനറ്റിക് എനർജി? മനസ്സിലായോ?
മനസ്സിലായി. Yes. ഇറ്റ് ഈസ് എനർജി ഗെയിൻഡ് ഡ്യൂ ടു മോഷൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ അടുത്ത പേജിൽ ഡെഫിനിഷൻ ഉണ്ടാവും, കണ്ടുപിടിച്ചാൽ മതി. ഇപ്പൊ നമുക്ക് വേണ്ടത് ആ കൈനറ്റിക് എനർജിയും നമ്മൾ ഇതുവരെ പറഞ്ഞ വർക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് പഠിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് ചെറിയൊരു ചെറിയൊരു ഡെറിവേഷൻ ഉണ്ട്. നിങ്ങൾ പഠിച്ച ഒരു സമവാക്യം ഉണ്ടാവും ഇക്വേഷൻ ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ. v square is equal to u square plus 2as എന്നുള്ള ഇക്വേഷൻ. v square is equal to u square plus 2as. ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നോക്കാം. v square is equal to u square plus 2as. ആരും കേട്ടിട്ടില്ലേ? ടൈപ്പ് ചെയ്തേ. ഫെമിലിയർ ആണോ? 9ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണിത്. കേട്ടിട്ടില്ലേ? ആദ്യം കേട്ടു. ഒന്ന് ടൈപ്പ് ചെയ്യും. എനിക്ക് അറിയണം എത്രത്തോളം പേർക്ക് അറിയാമല്ലേന്നോ അറിയണം, അതിനനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഈക്വേഷൻ കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞാൽ മതി. കേട്ടിട്ടില്ലേ പഠിച്ചോനെ? ഇങ്ങനെ ഒരു ഇക്വേഷൻ കേട്ടിട്ടേ ഇല്ല. ആയിക്കോട്ടെ, ഇത് കാണാതെ പഠിക്കണം. ഓർമ്മയില്ല? കുഴപ്പമില്ല. കേട്ടിട്ടുണ്ടായാ മതി, ഓർമ്മയില്ലെങ്കിലും കുഴപ്പമില്ല. കേട്ടിട്ടുണ്ട്? ഓക്കെ. മറന്നുപോയി, കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു 3 സമവാക്യങ്ങളുണ്ട്. ആ 3 സമവാക്യങ്ങൾ ഞാൻ ഇവിടെ എഴുതി തരാം. അതൊന്ന് ബോക്സിലാക്കി എഴുതി വെക്കുക. അത് 3ഉം പഠിക്കണം, എവിടെയെങ്കിലൊക്കെ ആവശ്യമായിട്ട് വരും. നമ്മള് +2കാരാണ്, അതുകൊണ്ട് ആ ഇക്വേഷൻസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് എവിടെ വേണമെങ്കിലും വരാം. അപ്പൊ അത് എഴുതി വെക്കുക. ഇതാണ് നമുക്കിപ്പോ ആവശ്യമുള്ളത്. രണ്ടാമത്തത് v is equal to u plus at. v equal to u plus at. ഒന്ന് എഴുതി വെച്ചാൽ ഞാൻ ഉടനെ വായിക്കുവേ. അപ്പൊ തന്നെ എഴുതിയിരുന്നു. v equal to u plus at. v square is equal to u square plus 2s. s is equal to ut plus half at square. s equal to ut plus half, അരയാണ് കേട്ടോ, ഹാഫ്. a ആക്സിലറേഷൻ ആണ്, t സ്ക്വയർ. വായിച്ചു തരണോ? s equal to ut plus half at square. v equal to u plus at. v square is equal to u square plus 2s. ഇതാണ് 3 ഇക്വേഷൻസ് ഓഫ് മോഷന്. 9th, 10th, 11th, 12th എവിടെ വേണേലും ചോദിക്കാം. ഇത് സിലബസിൽ ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഇക്വേഷൻ ഓഫ് മോഷൻസ് വെച്ചിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ സിമ്പിൾ ആയിട്ട് ചോദിക്കുമ്പോഴാണ് ഇങ്ങനത്തെ വരിക. സിമ്പിൾ ആയിട്ട് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് മാത്രം. എഴുതി വെച്ചോ? റിപ്ലൈ വേണോ? Yes, sir. കഴിഞ്ഞു. വായിക്കട്ടെ. ഇനി അഥവാ ആർക്കെങ്കിലും കിട്ടാത്തണ്ടെങ്കിൽ ഒന്ന് റെക്കോർഡ് ആണ്, അല്ലെങ്കിൽ ഗൂഗിളില് ഇക്വേഷൻ ഓഫ് മോഷൻ അടിച്ചു കഴിഞ്ഞാൽ കാണും. v square is equal to u square plus 2s. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഹെഡ്ലൈൻ എഴുതുന്നവരൊക്കെ വർക്ക് ആൻഡ് എനർജി എന്ന് എഴുതുക. ഈ ഇക്വേഷൻ ഇവിടെ എഴുതിയ ഈ ഇക്വേഷൻ ആണ്, അതിന്റെ വേറെ രൂപമാണ് ഞാൻ ഇപ്പൊ എഴുതിയിട്ടുള്ളത്. ഇവിടെ v സ്ക്വയറിന് പകരം v2 സ്ക്വയർ എന്ന് എഴുതിയിട്ടുള്ളത്, യുവിന് പകരം v1 എന്ന് എഴുതിയിട്ടുള്ളത്. കുഴപ്പമില്ല, ബാക്കിയുള്ളത് കറക്റ്റ് അല്ലേ? ഇവിടെ ഞാൻ ഈ എഴുതിയ വിന്റെ ഉദ്ദേശം അവസാന വെലോസിറ്റി എന്നാണ്, ഫൈനൽ വെലോസിറ്റി എന്നാണ്. യുവിന്റെ ഉദ്ദേശം ഇനീഷ്യൽ വെലോസിറ്റി എന്നാണ്. ആദ്യത്തെ വെലോസിറ്റിയാണ് യു എന്ന് എഴുതിയത്. വി എന്ന് എഴുതിയത് അവസാനത്തെ വെലോസിറ്റി. ഈ ടെക്സ്റ്റ് ബുക്കിൽ അത് ഉപയോഗിച്ചത് v1 v2 എന്നാണ്. അതും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ v1 എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ പറഞ്ഞേ? v1 is represent ഇനീഷ്യൽ വെലോസിറ്റി. അപ്പൊ നമ്മള് എന്താണ് ഈ ഒരു ഇക്വേഷൻ എഴുതിയാല് ഇവിടെ ശ്രദ്ധിക്കട്ടോ. ഞാൻ ഈ ഒരു പാരഗ്രാഫ് നമുക്ക് ആവശ്യമുണ്ട്. ഇക്വേഷൻ വായിക്കാണ്. ഈ ഒരു പാരഗ്രാഫിൽ ശ്രദ്ധിക്കാം. നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ലെറ്റസ് കൺസിഡർ, ഈ ഒരു പാരഗ്രാഫിന്റെ ഈ ഒരു ഭാഗം നോക്കും. ലെറ്റസ് കൺസിഡർ അവിടെ മുതൽ ലെറ്റസ് കൺസിഡർ ഒന്ന് വായിച്ചു ഒരാള്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇതില് v1 എന്ത്, v2 എന്ത്, a എന്ത്, s എന്ത്, t എന്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് റീഡ് ചെയ്യാം. ആർക്കാ പറ്റിയ? വായിച്ചോളൂ. Let us consider an object of mass m moving along a straight line when a constant force of magnitude f acts on it along the direction of motion. ഞാൻ പറഞ്ഞത് എന്താന്നുള്ളത്
ഒരു കാറ് എന്താന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ഒരു കാറ് ഞാൻ കൺസിഡർ ചെയ്യാണ്. ഒരു കാറ് ഒരു റോഡ് കൂടി ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ആ കാറിന്റെ മാസ് എം ആണ് കേട്ടോ. ആ കാറിന്റെ മാസ് എം ആണ്. സ്ട്രൈറ്റ് റോഡാണ്. കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്. അതായത് ആക്സിലറേഷൻ കൊടുക്കുന്ന ഒരേപോലെയാണ്, മാറുന്നില്ല. പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ സ്മൂത്ത് ആയിട്ട് പോകുന്നു, മുമ്പിൽ വേറെ തടസ്സങ്ങളൊന്നുമില്ല, നേരെ പോകുന്നു ഒരേ ഫോഴ്സിൽ. ആ ഫോഴ്സ് ആണ് എഫ്. അപ്പോ ഡയറക്ഷൻ മാറുന്നില്ല. ആ വാക്യം വെച്ചു. ഇതാണ് സംഭവം. This force produces a uniform acceleration such that സെയിം ആക്സിലറേഷൻ ആണ്. അപ്പൊ ആക്സിലറേഷൻ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ F is equal to ma. പോട്ടെ. ma. Let v1 be the speed of the object at time t1. അപ്പൊ t1 എന്ന് പറയുന്ന സമയം നമ്മുടെ കുട്ടിന്റെ പേര് എനിക്കറിയില്ല, ആദിദേവ് നോട്ട് ചെയ്യാണ്. t1 സമയത്ത്, t1 എന്ന് പറയുന്ന ആദ്യം 0 സെക്കൻഡ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ t1 സമയത്ത് ആ കാറിന്റെ വെലോസിറ്റി v1 ആണ്. ഒരു 10 മീറ്റർ പെർ സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞാൽ മതി. v1 ആണ്. പിന്നെ this speed becomes v2 at another instant of time t2. പിന്നെ ആദിദേവ് ഒന്ന് ചായ പിടിച്ചിങ്ങനെ നോക്കുമ്പോ t2 സമയമാകുമ്പോൾ നോക്കുമ്പോ v2 ആണ് ടൈം. v2 ആണ് വെലോസിറ്റി. സ്പീഡ് മാറുന്നുണ്ട് ഒരേപോലെ. ആദ്യം v1 ആയിരുന്നു, പിന്നെ v2 ആയി. During this interval of time t is equal to t2 minus t1. അപ്പൊ അവൻ നോക്കിയ ആദ്യം സമയവും അവസാന സമയവും തമ്മിലുള്ള വ്യത്യാസമാണ് t2 minus t1. The object covers a distance s. അപ്പൊ കാർ ഇങ്ങനെ ഇവിടെ ഇരുന്നു, അങ്ങോട്ട് നോക്കുമ്പോ കുറച്ച് മൂവ് ചെയ്തിട്ടുണ്ട് ആ സമയത്തിന്റെ ഇടയിൽ. ആ മൂവ് ചെയ്ത ദൂരമാണ് എസ്. Using equations of motion we can write v2 equal to തന്നത് വിയും v1ഉം v2ഉം എസും അറിയാം. v1 ആദ്യം ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഉള്ള വെലോസിറ്റി, പിന്നെ രണ്ടാമത് നോക്കിയപ്പോൾ വെലോസിറ്റി അവനറിയാം, അവൻ നോട്ട് ചെയ്തിട്ടുണ്ട്. റീഡോമീറ്റർ, ലേസർ ടോർച്ച് ഉണ്ട്. നമ്മുടെ കാർ എത്ര സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത് അവിടെയുള്ള ക്യാമറക്ക് അറിയാലോ. അതുപോലെ ആദ്യത്തെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്, രണ്ടാമത്തെ വെലോസിറ്റി എത്ര 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ v1 അറിയാം, v2 അറിയാം. എത്ര ദൂരാണ് ഡിസ്റ്റൻസ്, എത്ര ദൂരാണ് ട്രാവൽ ചെയ്തത് എന്നുള്ളത് നമ്മളെ ക്യാമറക്ക് അറിയാം. നമ്മളെ മുകളിൽ നോക്കുന്ന ക്യാമറ അല്ലേ, ആ ക്യാമറ പറഞ്ഞു എത്ര ദൂരം സഞ്ചരിച്ചത്. അതെങ്ങനെ മനസ്സിലായത്? ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടാ. അതുപോലെ എത്ര ദൂരം ഏകദേശം സഞ്ചരിച്ചു എന്നുള്ളത് 10 മീറ്റർ. നമ്മൾ വാല്യൂവിനല്ല പ്രധാന ഇക്വേഷൻ ആണ്. അപ്പൊ ആ ദൂരം എത്രയാന്നുള്ളത് അറിയാം. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്, അത് a ആണ്, അതും അറിയാം. അപ്പൊ അത് കൂട്ടിയിട്ടുള്ള ഒരു സമവാക്യമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. v2 സ്ക്വയർ is equal to v1 സ്ക്വയർ പ്ലസ് 2as. ഇത് എവിടുന്ന കിട്ടിയത്? ന്യൂട്ടന്റെ രണ്ടാം ചലന സമവാക്യമായ v സ്ക്വയർ is equal to u സ്ക്വയർ പ്ലസ് 2as തന്നെയാണ്. v എന്നുള്ളത് v2 ആക്കി, u എന്നുള്ളത് v1 ആക്കി എന്ന് മാത്രമേ ഉള്ളൂ. ഇക്വേഷൻ മനസ്സിലായോ നോക്കി ഇത് എഴുതിയെടുക്കണം. അപ്പൊ ഇക്വേഷൻ ആണ് സ്റ്റാർട്ടിങ്. ഫ്രം ഇക്വേഷൻ ഓഫ് മോഷൻ, എഴുതുന്നവര് ഫ്രം ഇക്വേഷൻ ഓഫ് മോഷൻ ഈ എഴുതിയത് എഴുതാം. ഇതിന്റെ മുൻപ് എഴുതേണ്ടത് v1 is ഇനീഷ്യൽ വെലോസിറ്റി, v2 is ഫൈനൽ വെലോസിറ്റി, s is the ഡിസ്റ്റൻസ്. ഞാൻ ഈ ബോർഡിൽ എഴുതിയതില്ലേ, ഇതിന്റെ എക്സ്പ്ലനേഷൻ കൂടി എഴുതി വെക്കണം നോട്ട് ചെയ്യുന്നവര്. v1 ഇനീഷ്യൽ വെലോസിറ്റി, v2 ഫൈനൽ വെലോസിറ്റി, s ഡിസ്റ്റൻസ്. ഇത് മൂന്നും എഴുതാം. എന്നിട്ടാണ് ഫ്രം ഇക്വേഷൻ ഓഫ് മോഷൻ v സ്ക്വയർ is equal to u സ്ക്വയർ പ്ലസ് 2as. ക്ലിയർ ആണോ? ഇക്വേഷൻ ക്ലിയർ ആണെങ്കിൽ ഒരാൾ പറയാ, അടുത്ത പേജിലേക്ക് പോവാം. അതായത് നമ്മള് കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താന്നുള്ളത് ആദ്യം ഒരു അവയർനെസ് വേണം. ഒരു കാറ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാറിന് എത്ര വർക്ക് ചെയ്തു, അതിന് എത്ര കൈനറ്റിക് എനർജി ഉണ്ടായി, ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ആ കാറ് മൂവ് ചെയ്യുന്നത് നമ്മള് കൺസിഡർ ചെയ്തിട്ട് അതിൽ ഇക്വേഷൻ ഓഫ് മോഷൻ അപ്ലൈ ചെയ്തിട്ട് ഡെറിവേഷൻ ചെയ്യാൻ പോവാണ്. അതിനൊരു 3-4 സ്റ്റെപ്പുകൾ ഉണ്ട്. അപ്പൊ അതിന് ഒരുങ്ങിയിരിക്കുക. അതിനാദ്യം പറഞ്ഞിരുന്നത് ഇക്വേഷൻ ഓഫ് മോഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അറിയണം. എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് വേഗം നമുക്ക് പോകണം. അപ്പോ സ്റ്റാർട്ടിങ് ഇക്വേഷൻ ഓഫ് മോഷൻ ആയിട്ടുള്ള v സ്ക്വയർ is equal to u സ്ക്വയർ പ്ലസ് 2as നിന്നാണ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതിലുള്ള ടേമുകൾ ഏതൊക്കെയാണെന്ന് അറിയണം. v2 എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആണ്, അതായത് കാറ് രണ്ടാമത് എത്തിയ ആ സമയത്തുള്ള വെലോസിറ്റി ആണ്. ഒന്നാമത് ഉള്ള വെലോസിറ്റി v1 ആണ്. ആക്സിലറേഷൻ a ആണ്. s ആ സമയത്ത് സഞ്ചരിച്ച ദൂരമാണ്. അപ്പൊ അവിടുന്നാണ് തുടങ്ങുന്നത് ഡെറിവേഷൻ. ഇത് എഴുതിയോ?
Yes, ഓക്കെ, sir. നെക്സ്റ്റ് പേജിൽ പോവാ. ഇതുവരെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതില് ഫസ്റ്റ് നമ്മൾ എഴുതിയ ആ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. 2as എന്നല്ലായിരുന്നോ? 2as v square is equal to v1 v2 square is equal to v1 square plus 2as അല്ലായിരുന്നോ? ഇതില് ഈ ആക്സിലറേഷനെ മാത്രം ഇവിടെ നിർത്തി. ഈ v1നെ എങ്ങോട്ട് കൊണ്ടുവന്ന്. അപ്പൊ ഇവിടെ v2 മൈനസ് v1 ആയോ നോക്കി ഈ ഇക്വേഷനിലേക്കാണ് നോക്കേണ്ടത് കേട്ടോ. v2 മൈനസ് v1 സ്ക്വയർ. അതുപോലെ ഈ 2s താഴെ എഴുതി. അപ്പൊ ആക്സിലറേഷൻ മാത്രം ഇവിടെ നിന്നു. a is equal to v2 square minus v1 square divided by 2s എന്നായി മാറി. എന്താ എഴുതിയത് ഒന്നുകൂടി നോക്കിക്കോ. ആദ്യം നമ്മുടെ സമവാക്യം, നേരത്തെ ഉണ്ടായിരുന്ന സമവാക്യം അപ്പുറത്തെ പേജിൽ എഴുതിയത് v2 square equal to v1 square plus 2s ആയിരുന്നു. ഇതില് ഈ v1നെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ പ്ലസ് മൈനസ് ആയി. v1 ഇങ്ങോട്ട് കൊണ്ടുവന്ന് മൈനസ് ആയി. അതായത് v2 square മൈനസ് v1 square ആയി. പിന്നെ ഇവിടെ ഉള്ളത് ഈ എനെ ഇവിടെ നിർത്തിയിട്ട്, എവിടെ ഉണ്ട് 2s താഴെ ഇറക്കിയത്. ഇപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത് അങ്ങോട്ട് പോയപ്പോ ഡിവിഷൻ ആയി. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടി. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു v2 square മൈനസ് v1 square ഡിവൈഡഡ് ബൈ 2s. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് തോന്നുന്നുണ്ട്. അത് എഴുതുന്നത് ഇവിടെ ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഇതെന്താന്ന് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ക്ഷമയോടുകൂടി ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തത് മനസ്സിലായോ നോക്കുക. റീഅറേഞ്ച് ചെയ്തതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചോ. v1 പ്ലസ് ആയിരുന്നു, അങ്ങോട്ട് പോയി ഇക്വേഷൻ അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവുമല്ലോ, അതൊക്കെ അറിയൂലേ ബേസിക്. v1 പ്ലസ് ആണ്, ഇക്വേഷൻ ഇങ്ങോട്ട് പോയപ്പോ മൈനസ് ആയി. അപ്പൊ v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ആയി ഈക്വൽ ടു 2as എന്നുള്ളിടത്ത് a മാത്രം ഇവിടെ നിന്നു, 2s താഴെ ഇറക്കിയത്. ഇതിൽ ആരെങ്കിലും എഴുതാൻ മറന്നിട്ടുണ്ടോ? ഇനി ഇല്ലല്ലോ. a ഈക്വൽ ടു v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ബൈ 2s എന്നത് മുകളിലുള്ള ഇക്വേഷനെ അതേപോലെ റീഅറേഞ്ച് ചെയ്ത് വെച്ചതാണ്. a ഈക്വൽ ടു എന്നാക്കി മാറ്റി. കിട്ടിയോ? ഇത് കിട്ടിയോ? കിട്ടിയോ ഇല്ലയോ? കിട്ടി. ഓക്കെ. അപ്പോ ഇനി അടുത്ത സ്റ്റെപ്പില് നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നിന്നും എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നല്ലേ പഠിച്ചത്. ആക്സിലറേഷൻ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, ഇത് എ ആണ്. അപ്പൊ എഫ് എന്താവും? എം ഇൻറ്റു എ അല്ലേ. അപ്പൊ എം ഇവിടെ എഴുതി, ആക്സിലറേഷൻ മുകളിലുള്ള ഇക്വേഷൻ മാറ്റി എഴുതി. അപ്പൊ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഡിവൈഡ് ബൈ 2s ആണ്. അപ്പൊ എ എന്ന് കാണുന്നിടത്ത് നമ്മൾ ഇത് എഴുതി കൊടുത്ത് എഫ് ഇസ് ഈക്വൽ ടു എം അല്ലേ. എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. അപ്പൊ ഈ എന്റെ സ്ഥാനത്ത് ഇത് എഴുതി കൊടുത്ത് അപ്പൊ നമുക്ക് ഇത് കിട്ടി. എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഡിവൈഡ് ബൈ 2s. ഇനി വീണ്ടും എഫ് ഇൻറ്റു എസ് എന്താണ്? അടുത്ത സ്റ്റെപ്പിൽ എഫ് ഇൻറ്റു എസ് എന്താണ്? എഫ് ഇൻറ്റു എസ് നമുക്ക് വർക്കുകളല്ലേ കണ്ടുപിടിക്കേണ്ടത്. വർക്കിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അപ്പൊ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. ഫോഴ്സ് ഇൻറ്റു എസ് ആണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പില് ഈ ഫോഴ്സിനോട് കൂടി ഒരു എസും കൂടി ഗുണിച്ചു കൊടുത്ത് അപ്പൊ ഇത് കിട്ടി. ഒരു എസും കൂടി ഗുണിച്ചു കൊടുത്തപ്പോ എം ഇൻറ്റു v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഡിവൈഡ് ബൈ 2s ഇൻറ്റു എസ്. എസും കട്ടായി പോവോ? എസും കട്ടായി പോകൂലേ. ഒന്ന് മുകളിലാണെന്ന് താഴെ കട്ടായി പോയി. ഇനി ഈ ഡിവൈഡഡ് ബൈ 2 എന്നുള്ളതിനെ ഹാഫ് ആണ്, രണ്ടുപേർക്കും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്ത്. അപ്പൊ എം ഇൻറ്റു v2 സ്ക്വയർ ബൈ v2 സ്ക്വയർ ബൈ 2 ഒന്ന് എഴുതി, v1 സ്ക്വയർ ബൈ 2 വേറെയും എഴുതി. അപ്പൊ ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം വി 2 സ്ക്വയർ മൈനസ് ഹാഫ് എം വി 1 സ്ക്വയർ എന്ന് കിട്ടി. ഈ ഹാഫ് എം വി സ്ക്വയർ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഹാഫ് എം വി സ്ക്വയർ ഇതാരാണ്? ഹാഫ് എം വി സ്ക്വയർ കൈനറ്റിക് എനർജി ആണോ? ഹാഫ് എം വി സ്ക്വയർ ആണ് നമ്മൾ പഠിച്ച കൈനറ്റിക് എനർജി.
അപ്പൊ വർക്ക് എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് ആണ്. കൈനറ്റിക് എനർജിയുടെ വർക്ക് എന്നാൽ എന്താണ്? കൈനറ്റിക് എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് വർക്കിന് ഈക്വൽ ആണ് എന്നാണ് നമ്മൾ ഇവിടെ തെളിയിച്ചത്. വർക്ക് എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു എസ് ആണ്. എഫ് എന്ന് പറഞ്ഞാല് MA ആണ്. അപ്പൊ M ഇൻറ്റു A എന്ന് പറയുന്നത് ഒരു കാറ് ഒരു ഫസ്റ്റ് പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന ആക്സിലറേഷൻ v2 മൈനസ് v1/2s ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ സമവാക്യമാണ് കൈനറ്റിക് എനർജിയുടെ ചേഞ്ച്. അപ്പോ ആ കാറിൽ ചെയ്ത വർക്ക് കാരണമാണ് ആ കാറില് കൈനറ്റിക് എനർജിയിൽ മാറ്റം ഉണ്ടായത്. ശരിയല്ലേ? 0 ആയിരുന്നു കൈനറ്റിക് എനർജി സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ പെട്രോൾ ഉപയോഗിച്ച് അതിനെ വർക്ക് ചെയ്തപ്പോ, ആക്സിലറേറ്റർ എടുത്തപ്പോ, ആ എഞ്ചിന് വർക്ക് ചെയ്തപ്പോ അതിന്റെ സ്പീഡ് കൂടി. ആ സ്പീഡ് കൂടിയത് അതിന്റെ കൈനറ്റിക് എനർജിയെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പൊ കൈനറ്റിക് എനർജിയിലുള്ള ചേഞ്ച് തന്നെയാണ് വർക്ക്. അതായത് രണ്ടും സെയിം ആണ് എന്ന് പറയാനാണ് ഇത്രയും ചെയ്തത്. കൈനറ്റിക് എനർജി ചേഞ്ച് എന്തിന് ഈക്വൽ ആണ്? വർക്കിന് ഈക്വൽ ആണ്. അതാണ് ഇത്രയും എഴുതിയത്. ഇനി അതിന്റെ സെന്റൻസ് നോക്കിയേ. ഇത് മാത്തമാറ്റിക്കലി ഡെറിവേഷൻ ഒക്കെ ചോദിക്കുന്ന 1-2 ക്വസ്റ്റ്യനിലാണ് ചോദിക്കുക. അല്ലെങ്കിൽ ഇത് എഴുതാനെങ്കിലും അറിയണം. denote that change in kinetic energy which is equal to the work done. ആ ഒരു പോയിന്റ് മിനിമം എഴുതാൻ അറിയണം. ഡെറിവേഷൻ ചോദിച്ചാലേ മുകളിലത്തത് എഴുതേണ്ട ആവശ്യം ഉള്ളൂ. പക്ഷെ ഡെറിവേഷൻ ചോദിക്കുമ്പോൾ 2-3 മാർക്കിന് ചോദിക്കും. അപ്പൊ അത് സിമ്പിൾ ആണ്. നമ്മൾ പഠിച്ച ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതിയിട്ട് അതിൽ A ഈക്വൽ ടു എന്നാക്കുക. എന്നിട്ട് അത് ഫോഴ്സിന്റെ MAയിൽ കൊടുക്കുക. എന്നിട്ട് ഫോഴ്സ് വർക്കിൽ കൊടുക്കുക. എന്നിട്ട് രണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇനി അഥവാ നിങ്ങൾക്ക് അവിടെ സ്റ്റെപ്പ് ഒക്കെ മറന്നതായാലും കുഴപ്പമില്ല, ½ m² മൈനസ് ½ m² എന്ന് എഴുതിയിട്ട് ഇത് കൈനറ്റിക് എനർജി തന്നെയാണ് എന്ന് എഴുതി വെക്കുക കേട്ടോ. ഇനി അഥവാ നിങ്ങൾക്ക് മറന്നുപോയാൽ ചെയ്യേണ്ട സംഗതിയാണ് ഞാൻ പറഞ്ഞത്. കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് എന്ന് പറയുന്നത് വർക്കിന് ഈക്വൽ ആണ് എന്ന് എഴുതിയിട്ട് നമുക്കറിയുന്നത് അതിന്റെ അടിയിലാണ് എഴുതി വെച്ചാൽ മതി. മനസ്സിലായോ? ഈ അവസാനത്തെ പോയിന്റിനാണ് പ്രാധാന്യം. വർക്ക് എന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആണ്. കൈനറ്റിക് എനർജി ഇക്വേഷൻ ½ m² ആണെന്ന് അറിയാലോ. അപ്പൊ ഒരു 1ഉം 2 ഒക്കെ ഇട്ടിട്ട് ½ v2² മൈനസ് ½ v1² എന്ന് എഴുതുക. മുകളിലുള്ള സ്റ്റെപ്പുകൾ അറിയുന്നത് എഴുതി വെക്കുക. സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഒരു അസ്യൂം ദാറ്റ് എന്നൊക്കെ എഴുതിയിട്ട് ഒരു സെന്റൻസ് എഴുതി വെച്ചാല് മാർക്ക് കിട്ടും. മനസ്സിലായോ? അപ്പൊ ബാക്കിൽ നിന്ന് മുമ്പൊക്കെ പോവാം. കൈനറ്റിക് പക്ഷെ ഇത് മറക്കാൻ പാടില്ല. വർക്ക് എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് തന്നെയാണ്. മനസ്സിലായോ? ഈ ലാസ്റ്റത്തെ പോയിന്റ് ഒന്ന് ബോൾഡ് ആക്കി എഴുതി വെച്ചേ. മനസ്സിലായോ? ഒരാൾ പറഞ്ഞേ, സെന്റൻസ് പറഞ്ഞേ. അതിന്റെ പറയുന്ന പേരാണ് വർക്ക് എനർജി തിയറം. ഈ ഒരു നമ്മൾ പഠിച്ച സംഗതി ഇല്ലേ, ഇതിനെ വിളിക്കുന്ന പേരാണ് വർക്ക് എനർജി തിയറം. അത് ഇവിടെ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് നോക്കി നോക്കൂ. വർക്ക് എനർജി തിയറം സ്റ്റേറ്റ് ദാറ്റ് വർക്ക് ഡൺ ബൈ എ റിസൾട്ടന്റ് ഓഫ് ഓൾ ചേഞ്ചിങ് ബോഡി ഈസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി. അതാണ് പഠിക്കേണ്ടത്. അപ്പൊ എന്താണ് വർക്ക് എനർജി തിയറം എന്ന് എഴുതാം. പ്രൂവ് വർക്ക് എനർജി തിയറം എന്ന് എഴുതും. എന്നാലും ഈ ഡെറിവേഷൻ ആണ് ചെയ്യുന്നത്. പ്രൂവ് ദാറ്റ് അല്ലെങ്കിൽ പ്രൂവ് വർക്ക് എനർജി തിയറം അല്ലെങ്കിൽ ഡിറൈവ് ഇക്വേഷൻ ഫോർ കൈനറ്റിക് എനർജി. അത് വേണ്ടേ? K2 മൈനസ് K1 തുടങ്ങുന്നത് ഇത് മതിയാ? ഇത് അത് തന്നെയാണ് ഇതും കേട്ടോ. വർക്ക് എനർജി തിയറം എന്ന് എഴുതുമ്പോ ഒന്നുകൂടി സെന്റൻസ് ഒക്കെ കട്ടി കൂടുന്നുള്ളൂ. അത് തന്നെയാണ് ഇതും. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അത് തന്നെയാണ് സംഭവം. രണ്ടൊന്നും തന്നെയാണ്. വർക്ക് എനർജി തിയർ ഒക്കെ എഴുതാൻ ചോദിച്ചാൽ അങ്ങനെ തന്നെ ഒന്നുകൂടെ സെന്റൻസ് ഒക്കെ കൂട്ടിയിട്ടൊക്കെ എഴുതാൻ നോക്കുക. കാരണം 1 മാർക്കിന് 1-2 മാർക്കിനൊക്കെ ചോദിക്കാതെ. മിനിമം ചുരുക്കി പറഞ്ഞാല് വർക്ക് ചെയ്താല് സ്പീഡ് കൂടും. അപ്പൊ കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജിയിൽ മാറ്റം വരുത്തണമെങ്കിൽ വർക്ക് ചെയ്താൽ മതി അല്ലെ? ഒരു ബോളിന്റെ കൈനറ്റിക് എനർജി സ്പീഡ് കൂട്ടണമെങ്കിൽ അതിൽ വർക്ക് ചെയ്യേണ്ടി വരും. ബാറ്റ് എടുത്തുകൊണ്ട് ഒരു അടി കൊടുക്കേണ്ടി വരും. അപ്പൊ സ്പീഡ് കൂടും അല്ലെ? അതേപോലെ തന്നെയാണ് ചിലവര് വർക്ക് കൈനറ്റിക് എനർജിയിൽ മാറ്റം സ്പീഡ് കൂടണമെങ്കിൽ വർക്ക് വേണം. പെട്രോൾ ഇല്ലാതെ വണ്ടി ഓടൂലല്ലോ. പെട്രോൾ ആണ് വർക്ക് ചെയ്യുന്നത്. എഞ്ചിന് വർക്ക് ചെയ്യിപ്പിച്ചോളും. അപ്പൊ വർക്ക് ചെയ്ത സ്പീഡ് കൂടും. നമ്മൾ പഠിച്ച നമ്മളെ ജീവിതത്തിലുള്ള സംഭവം തന്നെയാണ്.
മാത്തമാറ്റിക്കലി അതിനെ പ്രൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണോ? ഇത് എങ്ങനെങ്കിലും എഴുതി വെക്കണം കേട്ടോ. വർക്ക് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ഇങ്ങനെയൊക്കെ എഴുതി വെക്കാം. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇങ്ങനെ എഴുതിയിട്ട് ഒരു ബോക്സ് വെച്ചാലും വേഗം മനസ്സിലാവും. വർക്ക് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇതാണ് വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം എന്താന്ന് ചോദിച്ചിട്ട് ഇതേപോലെ വേണ്ട അക്ഷരത്തിൽ വർക്ക് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് എഴുതിയാലും പകുതി മാർക്ക് കിട്ടും. സ്റ്റേറ്റ്മെന്റ് വിട്ടുപോയാലടക്കം ചിലപ്പോ ഫുൾ മാർക്ക് തന്നെ കൊടുക്കാറുണ്ട് ഇങ്ങനത്തിനൊക്കെ. വർക്ക് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും ചിലപ്പോൾ. ഇയാൾക്ക് സംഗതി ഈക്വൽ ടു പോയാൽ പോയി, ചേഞ്ച് ഇന്ന് പോയാൽ പോയി. ഇതൊന്നും മിസ്സാകാൻ പാടില്ല. വർക്ക് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് ഫുൾ ആയിട്ട് എഴുതണം. എന്നാൽ തന്നെ ചിലപ്പോൾ പകുതിയോളം മാർക്ക് കിട്ടും. സംഗതി മനസ്സിലായോ? മനസ്സിലായി. നെക്സ്റ്റ് പോട്ടെ. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ഇപ്പൊ ചെയ്യുന്നില്ല. നെക്സ്റ്റ് പേജ് എടുക്കാം. ഇത് വർക്ക് എനർജി തിയറത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അതായത് വർക്ക് എനർജി എങ്ങനെയാണ് ഓരോ സ്ഥലത്തുണ്ടാവുന്നത് എന്നൊക്കെ ഇതുവരെ നമ്മൾ ചെയ്തതിന്റെ ഒരു എക്സാമ്പിൾ ആണത്. പൊട്ടൻഷ്യൽ എനർജി എടുത്തേനെ. പൊട്ടൻഷ്യൽ എനർജി എടുത്തോ? അതും ഒരു എനർജി തന്നെയാണ് അല്ലേ? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാല് പൊസിഷൻ കാരണം ഉണ്ടാവുന്ന എനർജിയാണ്. ഒരാളാണ് പൊന്തിച്ചു വെച്ചാൽ ഒരാൾക്ക് ഒരു എനർജി ഉണ്ടാവും അല്ലെ? പുളിമ കയറ്റിയാല് പൊട്ടൻഷ്യൽ എനർജി. ഒരാൾ ഹൈറ്റ് കൂട്ടി വെച്ചാല് അയാൾക്ക് കിട്ടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. ഒരു ബോക്സ്, ഒരു ചെടിച്ചട്ടി താഴെ ഇരിക്കുമ്പോ അത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ മുകളിൽ കയറ്റി വെച്ച് കഴിഞ്ഞാല് ആരെങ്കിലും അതിനെ വെല്ലം തട്ടിട്ട് കഴിഞ്ഞാൽ ആ പോണു അറിയും അല്ലെ? അപ്പൊ അതിനൊരു എനർജി ഉണ്ടായതുകൊണ്ടാണ് ഇത് മൂവ് ചെയ്തത്. ഹൈറ്റ് കൂടുമ്പോ അതിന്റെ പൊസിഷൻ മാറുമ്പോൾ അതിനുണ്ടാകുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുളിമ കയറ്റുമ്പോഴുള്ള എനർജി, ഹൈറ്റ് കൂട്ടുമ്പോഴുള്ള എനർജി സംഭവം തന്നെയാണ്. അത് മനസ്സിലാവാനേ ഉപയോഗിക്കാൻ പാടുള്ളേ. എഴുതി വെക്കുമ്പോൾ അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതിന്റെ ഡെഫിനേഷൻ പൊട്ടൻഷ്യൽ എനർജി ഇസ് ദ എനർജി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ എന്നാണ് എഴുതുക. സ്പ്രിങ് അതിനെ ഒരാൾ സ്ട്രെച്ച് ചെയ്തു, അപ്പൊ അതിനുണ്ടാവുന്ന എനർജി പൊട്ടൻഷ്യൽ എനർജിയാണ്. അതിന്റെ കോൺഫിഗറേഷൻ, സ്പ്രിങ് ഇങ്ങനെ നിൽക്കുന്നതിന്റെ കോൺഫിഗറേഷൻ മാറ്റി. നീട്ടി വലിച്ചു നീട്ടിയാലും കോൺഫിഗറേഷൻ മാറ്റൽ തന്നെയാണ്. അല്ലെങ്കിൽ റബ്ബർ പിടിച്ച് വലിച്ച്, അതൊക്കെ പൊട്ടൻഷ്യൽ എനർജിക്ക് ഉദാഹരണങ്ങളാണ്. പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ കൊണ്ടുണ്ടാകുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. ഡെഫിനേഷൻ ഒക്കെ ഇവിടെ ഉണ്ടാവും. പൊട്ടൻഷ്യൽ എനർജി ഇല്ലെങ്കിൽ എഴുതിക്കോ, ഇവിടെ ഉണ്ട്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്താന്നുള്ളതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് അവിടെ ഉണ്ട് കേട്ടോ. ദിസ് എനർജി ഈസ് ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ. കംപ്ലീറ്റ്ലി പറയുമ്പോൾ കോൺഫിഗറേഷൻ കൂടി ഉൾപ്പെടുത്താറുണ്ട്. നമുക്ക് കോൺഫിഗറേഷൻ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെഫിനിഷൻ എഴുതുന്നുണ്ടോ ആരെങ്കിലും? പറയണോ? പറയണം. പൊട്ടൻഷ്യൽ എനർജി ഈസ് ദ എനർജി possessed. Potential energy is the energy possessed. Potential energy is the energy possessed due to potential energy is the energy possessed due to its position, or configuration. Due to its position or configuration. Due to its position or configuration. Due to its position or configuration. പൊസിഷൻ മാറുമ്പോൾ ഉണ്ടാവുന്ന എനർജിയാണ്. അതിൽ ഒന്നാമത്തതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. പറയുമോ? പൊട്ടൻഷ്യൽ എനർജി ഈസ് ദ എനർജി ഡ്യൂ ടു പൊട്ടൻഷ്യൽ എനർജി ഈസ് ദ എനർജി പൊസസ്ഡ് ഡ്യൂ ടു. അതും കൂടി എഴുതിയിരുന്നു അവിടെ. പൊട്ടൻഷ്യൽ എനർജി ഈസ് ദ എനർജി പൊസസ്ഡ് ഡ്യൂ ടു
Potential energy is the energy possessed due to its position. Due to its position. Due to its position or configuration. Due to its position or configuration. Due to its position or configuration. Clear? എഴുതിയില്ലേ? എഴുതി. ഇനി നമ്മൾ പറയുന്നത് പ്രധാനമായിട്ടും പൊട്ടൻഷ്യൽ എനർജി ഉള്ളത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. അതായത് ഗ്രാവിറ്റി, ഭൂമി എന്ന് പറയുന്ന ഒരു മാസ് ഇവിടെ ഉള്ളതുകൊണ്ട് ഇതിന്റെ അടുത്തേക്ക് എല്ലാ ഒബ്ജക്റ്റിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ട്. അത് കാരണമാണ് ഈ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി വരുന്നത്. അതായത് ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ, ഹൈറ്റ് മാറുമ്പോൾ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. സ്പ്രിങ്ങിന്റെ അത് വേറെയാണ്, കോൺഫിഗറേഷന്റെ വേറെയാണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് പൊസിഷൻ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ഹൈറ്റ് കൂട്ടിയാല് അതിനെന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ എനർജി കൂടും. ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ നല്ല പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, അതുകൊണ്ട് നല്ല സ്പീഡിൽ പോകും. ഫസ്റ്റ് ഫ്ലോറിലൊക്കെ ആകുമ്പോൾ കുറച്ച് എനർജി ഉണ്ടാവുള്ളൂ, അത്ര സ്പീഡ് കിട്ടൂല. ഹൈറ്റ് നല്ലോണം കൂടുമ്പോൾ നല്ല എനർജി ഉണ്ടാവും, അപ്പൊ നല്ല വർക്ക് ചെയ്യാൻ പറ്റും ഇല്ലേ? ഒരു ബിൽഡിങ്ങിന്റെ 10 നിലയുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു മാലമുത്ത് ഒരാളുടെ തലയ്ക്ക് ഇട്ടാല് എങ്ങനെ ഉണ്ടാവും? അയാൾ ചോദിക്കും ഇന്നാരെ എറിഞ്ഞു എന്ന് ചോദിക്കുക അല്ലേ? മാലമുത്താണ് സംഗതി, അല്ലെങ്കിൽ ചെറിയൊരു കല്ല്, ചെറുത്, അത് താഴേക്ക് എത്തുമ്പോൾ നല്ല സ്പീഡ് ഉണ്ടാവും, ഇപ്പൊ എറിഞ്ഞ പോലെ നല്ല വരുത്തം ഉണ്ടാവും അല്ലേ? നല്ല വേദന ഉണ്ടാവില്ലേ? അത് നല്ല പൊട്ടൻഷ്യൽ എനർജി ഉള്ളതുകൊണ്ടാണ്. നല്ല സ്പീഡ് എത്തും, താഴെ വരുമ്പോ നല്ല സ്പീഡ് ഉണ്ടാവും. ഫസ്റ്റ് ഫ്ലോറിൽ നിന്നാണെങ്കിൽ അതൊന്നും മനസ്സിലായി അറിയും കൂടി ഇല്ല. പക്ഷെ മുകളിൽ നിന്നാവുമ്പോ നല്ല സ്പീഡ് വരുമ്പോ അതിന് എനർജി കൂടും, അതിന് പൊട്ടൻഷ്യൽ എനർജി കൂടും. പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ് വർക്ക്. അപ്പൊ അതിന് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൽ ഒരു വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്ക് ഉണ്ടാവും? ആ ഒരു ചെറിയ കല്ലാണെങ്കിലും ഉണ്ടാവും. കാരണം നമ്മൾ വർക്ക് എനർജി തിയറം പഠിച്ചിട്ടുണ്ട്. എനർജി തന്നെയാണ് വർക്ക് ചെയ്യാനുള്ള കഴിവും. മനസ്സിലായോ? അപ്പോ ഇവിടെ നമ്മൾ അതിലേക്ക് തിരിച്ചു വരികയാണ്. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, ഒരു മാസ്. ആ മാസത്തിനുണ്ടാകുന്ന താഴേക്കുള്ള ഫോഴ്സ് എന്തായിരിക്കും? വർക്കിന്റെ സമവാക്യം എന്തായി? ഇനി അതാ നമ്മൾ പറയാൻ പോകുന്നത്. വർക്കിന്റെ സമവാക്യം ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോ ഈ ഒബ്ജക്റ്റിന്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ കല്ലിന് അല്ലെങ്കിൽ മാലമുത്തിന് ഇവിടെ ഒരു വലിയ ബോക്സ് ആണ്. ഇതിന്റെ മാസ് എന്ന് പറയുന്നത്, ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് mg ആണ് അല്ലെ? താഴേക്ക് എർത്ത് പിടിച്ച് വലിക്കുന്നത് mg അല്ലേ? അത് ഫോഴ്സ് അല്ലേ? അപ്പോ ഇവിടെ എഫിന് പകരം mg എന്ന് എഴുതി കൂടെ? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഹൈറ്റ് ആണ്, അപ്പൊ mgh എന്ന് എഴുതി കൂടെ? വർക്ക് എന്താണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓർ ഗ്രാവിറ്റേഷണൽ വർക്ക് mgh ആണ്. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? mgh. എങ്ങനെ കിട്ടിയത്? വർക്കിന്റെ സമവാക്യം ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് എന്ന് പറയുന്നാല് mg ആണ്, അതുകൊണ്ട് mgh. ഹൈറ്റ് h ആണ്, അപ്പൊ mgh. അപ്പൊ ഇതാണ് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിക്കുള്ള സമവാക്യം mgh. കൈനറ്റിക് എനർജിന്റെ സമവാക്യം എന്തായിരുന്നു? ഓർമ്മയുണ്ടോ നോക്കട്ടെ, ഒരാൾ പറഞ്ഞേ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷന്. കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്തായിരുന്നു? half mv square. ഓക്കെ, അപ്പൊ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ mgh ആണ്. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിയെ പഠിക്കാറുള്ളൂ നമ്മള്, അതുകൊണ്ട് mgh ആണ് പൊട്ടൻഷ്യൽ എനർജി. ക്ലിയർ ആണോ? ക്ലിയർ? mgh ആണ് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കൂട്ടോ, അടുത്ത പേജിൽ ഉണ്ടാവും ക്വസ്റ്റ്യന്. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി 0 ആവുമോ എപ്പോഴെങ്കിലും? ഹൈറ്റ് 0 ആണെങ്കിൽ, അതായത് ഗ്രൗണ്ടിന്റെ സർഫേസിൽ ഭൂമിയോട് ചാരിയിട്ടാണെങ്കിൽ ഹൈറ്റ് 0 എന്നാണ് പറയാ. ഇപ്പൊ ഭൂമിയോട് ചാരി നിൽക്കുന്ന ആൾക്ക് പൊട്ടൻഷ്യൽ എനർജി ഇല്ല എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുക കേട്ടോ. ഹൈറ്റ് കൂടുമ്പോൾ കൂടും, സർഫേസിൽ 0 എന്നാണ് നമ്മൾ പറയാം ഗ്രാവിറ്റേഷൻ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനില് അത് വെച്ചിട്ടുള്ള mgh വെച്ചിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അത് കുറച്ച് HP യിലേക്കൊക്കെ മാറ്റാനൊക്കെ പറയുന്നുണ്ട്.
ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അല്ലെ? 36 ടൈം. ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ്. ഇനി ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിങ് ആണ്. അത് ഹാഫ് kx² ആണ്. നമ്മൾ സ്പ്രിങ്ങിന്റെ കേസിൽ വർക്ക് പഠിച്ചില്ലേ? സ്പ്രിങ്ങിന്റെ കേസിൽ വർക്കിന്റെ സമവാക്യം ഹാഫ് kx² കഴിഞ്ഞ ക്ലാസ് പഠിച്ചിരുന്നു. അത് തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിങ്. കൺസർവേഷൻ ഓഫ് എനർജി. എനർജി ക്യാൻ നെതർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ചെറിയ ക്ലാസ് പഠിച്ചല്ലേ? The total energy in an isolated system is constant. And conservation of energy. ആ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് ഭാഗം കൂടി പറയാണ് കേട്ടോ. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, അതിലൊന്ന് ചെയ്യാം. പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്രിങ്ങിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എലാബറേറ്റ് ചെയ്യും. അപ്പൊ അതിൽ ചെയ്ത വർക്കിന്റെ ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി സ്പ്രിങ്. ഇനി കൺസർവേഷൻ ഓഫ് എനർജി എന്താണെന്ന് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഒരാള്. വാട്ട്സ് മീൻ ബൈ കൺസർവേഷൻ ഓഫ് എനർജി? വാട്ട്സ് മീൻ ബൈ കൺസർവേഷൻ ഓഫ് എനർജി? പറഞ്ഞേ. ടോട്ടൽ എനർജി of an isolated system always remains constant. കോൺസ്റ്റന്റ്. ഐസൊലേറ്റഡ് സിസ്റ്റത്തിലുള്ള ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ്. അതിന്റെ ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ടോട്ടൽ എനർജി സെയിം ആണോ അല്ലയോ എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് അടുത്ത പേജിൽ. കൂടുതലായിട്ട് അത് പറയുന്നില്ല, നമുക്ക് ഇക്വേഷൻസ് മാത്രം മതി. എക്സാമ്പിൾ ഇത് ചെയ്യുകയാണെങ്കിൽ കുറെ ചെയ്യണം. പക്ഷെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ 0-യിലുള്ളതും നടുവിലുള്ളതും ഏറ്റവും മുകളിൽ ഇരിക്കുന്നതും ഒരു ഒബ്ജക്റ്റിന്റെ ടോട്ടൽ എനർജി എന്തായിരിക്കും? അതായത് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും എത്രയായിരിക്കും? ഇതിൽ മനസ്സിലാക്കേണ്ടത് ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും കൂട്ടിയാൽ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം ഏറ്റവും മുകളിലുള്ള ഒരു ഒബ്ജക്റ്റ്, അത് മുകളിലുള്ള ഒരു ഒബ്ജക്റ്റ് ആകുമ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവൂലേ? ഉണ്ടാവുമോ? ഞാൻ കോൺസെപ്ഷ്യലി പറഞ്ഞുതരാം. ഈ പേന ഒരു മുകളിൽ ഇത്ര ഹൈറ്റിൽ ഇരിക്കണം, എന്റെ കയ്യിലാണ്. ഇതിനിപ്പോ കൈനറ്റിക് എനർജി ഉണ്ടാവും? ഉണ്ടാവും. ഞാൻ അനക്കാതെ പിടിച്ചിരിക്കണം, കൈനറ്റിക് എനർജി ഉണ്ടാവും? 0 ആണ്. പൊട്ടൻഷ്യൽ എനർജി ഇല്ലേ? ഈ ഒരു ഹൈറ്റിൽ പൊട്ടൻഷ്യൽ എനർജി ഇല്ലേ? ഇല്ലേ? ഇത്ര ഹൈറ്റിലാവുമ്പോ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവൂലേ? അല്ലേ? അത് എത്രയായിരിക്കും? ഇക്വേഷൻ എന്തായിരിക്കും? mgh ആണോ? അല്ലേ? അപ്പൊ mgh പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഇതിന്റെ ടോട്ടൽ എനർജി എത്ര? രണ്ടും കൂട്ടിയാല് ടോട്ടൽ എനർജി എത്ര വരും? 0 + mgh അല്ലേ? അപ്പൊ mgh തന്നെ അല്ലേ മുകളിൽ ഇരിക്കുമ്പോ? ഇനി ഏറ്റവും താഴെ ഇരിക്കുമ്പോ ഇതിന്റെ ടോട്ടൽ എനർജി എത്ര നോക്കാം. താഴെ ഇവിടെ എത്തി, ഗ്രൗണ്ടിലെത്തിയാൽ കൈനറ്റിക് പൊട്ടൻഷ്യൽ ഗ്രൗണ്ടിലെത്തുന്ന ആ ഒരു ഇൻസ്റ്റന്റിൽ കേട്ടോ, ഗ്രൗണ്ടിലെത്തിയ ശേഷമല്ല, എത്തുന്ന ആ സ്പോട്ടിൽ അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ? ഹൈറ്റ് 0 ആയി, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ? ഹൈറ്റ് 0 ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ? യെസ് ഓർ നോ? ഉണ്ടോ? h 0 ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവോ? ഇല്ല. 0 പൊട്ടൻഷ്യൽ എനർജിയാണ്. പക്ഷെ എന്തുണ്ടാവും? കൈനറ്റിക് എനർജി ഉണ്ടാവും. കൈനറ്റിക് എനർജി ഉണ്ടാവും. ആ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക്
ഹാഫ് എം വി സ്ക്വയർ ഇട്ട് ചെയ്ത് നോക്കേണ്ടി വരും. ഹാഫ് എം വി സ്ക്വയർ ഇട്ട് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ ഹാഫ് എം വി സ്ക്വയർ ഇട്ട് ചെയ്ത് കിട്ടിയാൽ നമുക്ക് കിട്ടുന്ന ആൻസർ MGHN ആയിരിക്കും. കാരണം ടോട്ടൽ എനർജി മുകളിലത്തും താഴത്തും സെയിം ആണ്. അപ്പൊ ഇവിടെ എത്തുമ്പോഴും ടോട്ടൽ എനർജി MGH ആണ്. ഇനി സെന്ററിലുള്ള ഒരു ഒബ്ജക്റ്റ്, സെന്ററിലും ടോട്ടൽ എനർജി MGH തന്നെ ആയിരിക്കും. സെന്ററിൽ ടോട്ടൽ എനർജി MGH തന്നെയാണ്. അതായത് പൊട്ടൻഷ്യൽ എനർജിയും പകുതിയാണ്, കൈനറ്റിക് എനർജിയും പകുതിയാണ്. അപ്പോ MGH ഹാഫ് MGH പ്ലസ് ഹാഫ് MGH ആണ് വരിക. അതും MGH. അതായത് ഒരു ഒബ്ജക്റ്റ് ഫ്രീ ഫാളിന്റെ കേസിൽ ഒരു ഒബ്ജക്റ്റ് മുകളിൽ ഇരിക്കുമ്പോഴും മിഡിൽ ഇരിക്കുമ്പോഴും താഴെ ഇരിക്കുമ്പോഴും ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ്, MGH ആണ്. അതാണ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി എന്നതിന്റെ ഉദ്ദേശം. ഇത് ഇങ്ങനെ എഴുതി വെക്കാന് അറിയാം. അതിന്റെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യണം, അപ്പോഴേ ആൻസർ കിട്ടുള്ളൂ. പക്ഷെ മിനിമം ഇത്ര എഴുതാന് അറിയണം. ഒരു ഡയഗ്രാം വരച്ചിട്ട് മുകളിൽ 0 പ്ലസ് MGH, മിഡിൽ ആവുമ്പോഴും ഹാഫ് MGH പ്ലസ് MGH, താഴെ ആവുമ്പോഴും MGH പ്ലസ് 0 MGH. അതായത് ഫ്രീ ഫാളിന്റെ കേസിൽ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ്, കൺസേർവ്ഡ് ആണ്. മനസ്സിലായോ? സംഗതി മനസ്സിലായോ ഇല്ലയോ എന്ന് പറയാം. ഇനി ഹാഫ് MV സ്ക്വയർ MGH കിട്ടുന്ന രൂപ ടെക്സ്റ്റിലുണ്ട്, അത് ചെയ്ത് നോക്കണം. ഇത്ര എഴുതി വെക്കാനുള്ള കോൺസെപ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. MGH, ഹാഫ് MGH പ്ലസ് MGH, MGH മൂന്ന് ക്ലിയർ ആയോ? വായിക്കട്ടെ. ജസ്റ്റ് നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഒരു ബോക്സ് വെച്ചിട്ട് മുകളിൽ ഹൈറ്റ് എഴുതി വെച്ചിട്ട് MGH എന്ന് എഴുതാനാണ്. ഇവിടെ ഉണ്ടാവും നെക്സ്റ്റ് പേജിൽ. അത് ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതിന്റെ ഷോർട്ടാണ് ഞാനിപ്പോ പറഞ്ഞു തന്നത്. ഇവിടെ അത് ഉണ്ട്. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു MGH. ടോട്ടൽ എനർജി ഇസ് കൺസേർവ്ഡ്. അത്ര തന്നെ എവിടെ എഴുതിയിട്ടുള്ളൂ. ഇത്രയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ ഹാഫ് MV സ്ക്വയർ എങ്ങനെ കണ്ടുപിടിച്ചത് എന്നുള്ളത്, MGH ഹാഫ് MV സ്ക്വയർ ആണ് എന്ന് ഞാൻ പറഞ്ഞത് ഇവിടുന്ന് ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ഭാഗം ഡിറൈവ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ആ രൂപത്തിൽ എഴുതാനാണ് മിനിമം അറിയേണ്ടത്. ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ് എന്നുള്ളത് 3 ഹൈറ്റിലും നോക്കിയിട്ട് എഴുതാൻ അറിയാം. അതേപോലെ തന്നെയാണ് സ്പ്രിങ്ങിന്റെ കേസിലും എല്ലാ ഭാഗത്തും ടോട്ടൽ എനർജികൾ ഹാഫ് kx സ്ക്വയർ തന്നെ ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അടുത്ത ക്ലാസ്സിൽ കൺസർവേറ്റീവ് ഫോഴ്സസ് ആണ് എടുക്കുക. ഒരു ക്ലാസ് കൂടിയാണ് ചാപ്റ്ററിന് വേണ്ടത്, കൺസർവേറ്റീവ് ഫോഴ്സസ്. അപ്പൊ ഇത്രയും ഭാഗം ക്ലിയർ ആണോ എന്ന് നോക്കട്ടോ. ഇതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെ സോൾവ് ചെയ്യാൻ പോവാണ്. വേഗം 9 മണി ആവാനായിട്ടുണ്ട്, 8:45 സ്റ്റോപ്പ് ചെയ്യണം. അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനെ ഏകദേശം ആവുമ്പോഴേക്കും സ്റ്റോപ്പ് ചെയ്യും ക്ലാസ്. ഒന്ന് വായിച്ചു ഒരാള് ക്വസ്റ്റ്യന് 6.7. A truck is വായിച്ചോളൂ. ആരെ പേര് വിളിക്കണോ? വായിച്ചോളൂ. ആർക്കും വായിക്കാം. കൊള്ളാക്കുന്നില്ല. A truck is loaded with sugar bags. ട്രക്ക് ഷുഗർ ബാഗ്സ് എന്ന് പറഞ്ഞാൽ പഞ്ചസാര ചാക്കൊണ്ട് പോകുന്നുണ്ട്. ആയിക്കോട്ടെ. The total mass of the load and the truck together is 1,00,000 കിലോ. എത്ര കണ്ടോ? 1 lakh കിലോ ഉണ്ടെന്ന്. വെയിറ്റ് ബ്രിഡ്ജ് പോയി പഞ്ചസാര ചാക്കൊണ്ട് തമിഴ്നാട്ടിൽ ഇങ്ങോട്ട് പോരുകയാണ് കേരളത്തിക്ക്. അവിടെ അല്ല ആവശ്യം, ഇവിടെ കെയിൻ ഷുഗർ ഒന്നും ഇല്ലല്ലോ. അപ്പൊ പോയിരുന്ന വെയിറ്റ് ബ്രിഡ്ജ് കയറിയപ്പോ 1,00,000 കിലോ ഉണ്ട്. The truck moves on a winding path up a mountain to a height of 700 m in 1 hour. 1 മണിക്കൂർ എടുത്തിട്ട് 700 മീറ്റർ ഹൈറ്റിക്ക് കയറി.
What average power must the engine produce to lift the material? മെറ്റീരിയലിനെ കൊണ്ടുപോകണമെങ്കിൽ എഞ്ചിൻ ഉണ്ടാവേണ്ട മിനിമം പവർ എത്രയെന്ന ചോദ്യം. ഹൈറ്റ് കയറണം അല്ലേ? അപ്പൊ അവിടെ പൊട്ടൻഷ്യൽ എനർജിയാണ് കണക്ട് ചെയ്യുന്നത്. വർക്ക് എത്രയെന്ന് കണ്ടുപിടിക്കണം, അപ്പോഴല്ലേ പവർ കിട്ടുള്ളൂ. പവർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാം? അതായത് നോക്കട്ടെ, ചോദിച്ചോക്കട്ടെ. പവറാ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? പവറിന്റെ ഇക്വേഷൻ എന്താ? W/T അല്ലേ? ആണോ? പവറാ കണ്ടുപിടിക്കേണ്ടത്. Yes, sir. അപ്പൊ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദിസ് ഇക്വേഷൻ. പവർ ഇസ് ഈക്വൽ ടു W/T. ടൈം തന്നിട്ടുണ്ട് ഇല്ലേ? എത്ര? 1 മണിക്കൂറാ. അപ്പോ സെക്കൻഡിലാക്കുമ്പോ 3600 ഉണ്ടാവൂലേ? ഇല്ലേ? പിന്നെ W ആണ് അറിയേണ്ടത്, ബാക്കിയൊക്കെ അറിയാം. അപ്പൊ അടുത്ത സ്റ്റെപ്പില് W ഈക്വൽ ടു mgh. ഹൈറ്റ് കയറാനുള്ള വർക്കാണ്, അതുകൊണ്ട് mgh. മാസ് എത്രയാണ്? 1 ലക്ഷമാണ്. അപ്പൊ അതിവിടെ എഴുതി. ജിയുടെ വാല്യൂ ആയിരിക്കും അറിയാവോ? എനിവൺ? സ്മോൾ ലെറ്റർ G, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ. G കണ്ടിട്ടില്ലേ? സ്മോൾ ലെറ്റർ G കേട്ടിട്ടില്ല? ഉറങ്ങാൻ പോയോ? സ്മോൾ ലെറ്റർ G കേൾക്കാത്തവരാണോ അവരൊക്കെ? ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, 9.8 ടെക്സ്റ്റ് ബോക്സിലുണ്ട്. ഓക്കെ, അപ്പൊ 9.8 ആണ് ആര്? ജിയുടെ വാല്യൂ 9.8 കൊടുത്തു. ടെക്സ്റ്റ് നോക്കണേ, ഞാൻ പറയുന്നത്. പിന്നെ ഹൈറ്റ് ഇതാ 700 മീറ്റർ. ഇത് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വർക്ക് കിട്ടും. അപ്പോ 1 ലക്ഷം ഇൻറ്റു 9.8 700 ചെയ്തപ്പോ കിട്ടിയ ആൻസർ ആണ് 68. പിന്നെ 0.6 ഇൻറ്റു 10⁻⁷. 10⁻⁷ എന്ന് പറഞ്ഞാൽ അത്രയും പൂജ്യങ്ങളുണ്ട്. ഇതാണ് വർക്ക്. ഇനി ഇതേ ഡിവൈഡ് ബൈ 3600 ചെയ്താല് പവറും കിട്ടും. ഇതേ ഡിവൈഡ് ബൈ 3600 ചെയ്താല് 1.91 ഇൻറ്റു 10⁵ വാട്ട്സ് ആണ് പവർ. HP യിലാണെങ്കിൽ അതിനെ 756 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 256 HP. HP യിൽ വേണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, സ്പെസിഫൈ ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇതുവരെ ചെയ്താലും മതി. 1.91 ഇൻറ്റു 10⁵ വാട്ട് SI യൂണിറ്റ്. ഇതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യും. എവിടെ ഡൗട്ട്? ഡൗട്ട് ഉണ്ടോ? പവർ ഈക്വൽ ടു W/T. ഇതൊക്കെ ആദ്യം ഇക്വേഷന് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആദ്യം ആ ഇക്വേഷനൊക്കെ എഴുതി വെച്ചാൽ മനസ്സിലാവും, ഇയാൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഈക്വൽ ടു W/T. പിന്നെ W കണ്ടുപിടിച്ചു വേറെ, T വേറെ കണ്ടുപിടിച്ചു, രണ്ടും കൂടി ഒരുമിച്ച് കൊടുത്തു, ഡിവൈഡ് ചെയ്തു, കിട്ടിയ ആൻസർ 1.91 ഇൻറ്റു 10⁵. 1.91 ഇൻറ്റു 10⁵ എന്ന് പറഞ്ഞാല് 1913 എന്നാണ് മീനിങ്. 1913 ആൻസർ. 100, 1000, 10,000, ലക്ഷം. 1,91,000 വാട്ട്സ് ആണ് പവർ. ആ എഞ്ചിന്റെ പവർ ആണ് കേട്ടോ. 1,91,000 പവർ. ഇവിടെ എഴുതുമ്പോ ചെറിയ വാല്യൂ എന്ന് വിചാരിച്ചു. 1.91 ഇൻറ്റു 10⁵ എന്ന് പറഞ്ഞാല് 1,91,000 ആണ്. പോയിന്റ് ഇട്ടെന്ന് മാത്രം. ഇവിടെ പോയിന്റ് ഇടുമ്പോ 5 0 അങ്ങോട്ട് പോകണല്ലോ, അതിനാണ് 10⁵ എന്ന് എഴുതിയത്. അതൊക്കെ മനസ്സിലായതാണല്ലോ അല്ലെ? അറിയാവുന്നതാണ് വിചാരിച്ചിട്ടാ പറയുന്നത് കേട്ടോ, അല്ലേ? ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ 3600 കൊണ്ട് മനസ്സ് ഫ്രീ ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം, ഈ ആൻസർ കിട്ടും. MFWFT കിട്ടി. ആൻസർ കിട്ടാത്തവരുണ്ടോ? സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടോ? ആൻസർ എന്നാ ആൻസർ എങ്ങനെ കിട്ടിയതെന്നോ? പേപ്പർ എടുക്കണോ? പേപ്പറിൽ ചെയ്തുതരാം, അത് നല്ലത്.
ക്യാമറ റിവേഴ്സ് ആവുമോ? ഷെയറിംഗ് ഓഫ് ചെയ്യട്ടെ. ഷെയറിംഗ് ഓഫ് ചെയ്താലേ എന്റെ നോട്ട് കാണിക്കാൻ പറ്റുള്ളൂ. ഡൗട്ട് ഉണ്ടോ? എത്ര പേർക്ക് ഡൗട്ട് ഉണ്ട്? 1900 കിട്ടിയുള്ളൂ. വർക്ക് 0 ഉണ്ട്. ഷെയറിംഗ് ഓഫ് ചെയ്യുകയാണെങ്കിൽ വൺസ് മോർ പറയുമോ? ഓക്കെ. ഈ 10⁻7കൾ 10 ഉപയോഗിക്കുമ്പോൾ കൺഫ്യൂഷൻ വരുന്നുണ്ട് അല്ലേ? 10⁻2 ഒന്നും നോക്കണ്ട, അങ്ങനെ എഴുതിക്കോളി, ഇപ്പൊ കിട്ടും. ഞാൻ ഷെയറിംഗ് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നോട്ടിൽ ചെയ്തുതരാം. ഷെയറിംഗ് ഓഫ് ചെയ്യാതെ ക്യാമറ റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫേസ് ബാക്ക് ആണോ ഫ്രണ്ട് ആണോ കാണുന്നത്? എനിക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ടാ. ഇപ്പൊ കാണുന്നുണ്ടോ? നോട്ട് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇനി ശ്രദ്ധിക്കുക. W ഈക്വൽ ടു നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടി ആദ്യം ചെയ്യേണ്ടത് എന്താ തന്നത് എന്ന് എഴുതി വെക്കലാണ്. അപ്പോ എ ട്രക്ക് ഈസ് ലോഡഡ് വിത്ത് ഷുഗർ ബാഗ്സ്, ടോട്ടൽ മാസ് M തന്നു, ഗിവൺ ദാറ്റ്, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എഴുതുക, ആൻസർ എഴുതുക. ഗിവൺ ദാറ്റ് എന്ന് എഴുതിയിട്ട് എന്താ തന്നത് അത് എഴുതി വെക്കുക. M എന്താണ്? 1,50,000 കിലോഗ്രാം ആണ്. ഇനി എന്താ വേറെ തന്നത്? എന്താ പറഞ്ഞേ? ഹൈറ്റ് തന്ന് 700 മീറ്റർ, ടൈം തന്ന് 1 ഹവറാ. ഈ 1 ഹവർ എവിടുന്ന് തന്നെ ശരിയാക്കിയാൽ മതി. 1 ഹവർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ പറഞ്ഞേ? 60. 1 ഹവറിന് 60 × 60 3000 സെക്കൻഡ്, ദാറ്റ് ഈസ് 3600. 3600 സെക്കൻഡ്. ഇനി എന്താ കിട്ടേണ്ടത്? അത്ര തന്നിട്ടുള്ളല്ലോ. കണ്ടുപിടിക്കേണ്ടത് പവർ ആണ്. പവർ ഈക്വൽ ടു ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കാം. ഓക്കെ, പവറിന്റെ ഇക്വേഷൻ നമുക്കറിയാം, വർക്ക് ബൈ ടൈം ആണ്. അപ്പൊ അത് എഴുതുക, വർക്ക് ബൈ ടൈം. ടൈം നമുക്കറിയാം, വർക്ക് നമുക്ക് അറിയില്ല. അപ്പൊ വർക്ക് കണ്ടുപിടിക്കണം. വർക്കിന്റെ സമവാക്യം എന്താ? mgh ആണ് അല്ലെ? mgh ആണ്. mgh ബൈ ടൈം ആണ് അടുത്ത സ്റ്റെപ്പിൽ. വീണ്ടും എഴുതുക. കാണുന്നുണ്ടല്ലോ അല്ലെ? എനിക്ക് എത്രത്തോളം നോട്ട് വിസിബിൾ ആണെന്നുള്ളത് എനിക്ക് പറയാൻ കഴിയൂലേ? എനിക്ക് കാണാൻ പറ്റൂലേ? കാണാൻ പറ്റാത്ത ക്ലിയർ അല്ലേ? ക്ലിയർ. കുറച്ച് അടുപ്പിച്ചാൽ മതി. അടുപ്പിച്ചാൽ മതി. ഓക്കെ. mgh ബൈ ടൈം ആണ്. M എത്രയാണ്? 1,00,000 അല്ലേ? 10, 100, 1000, 10,000 ലക്ഷം. G എത്രയാണ്? 9.8 ആണ്. ഹൈറ്റ് എത്രയാണ്? 700 ആണ്. ഡിവൈഡഡ് ബൈ 3600. 2 0 കട്ട് ചെയ്തൂടെ? കാണുന്നുണ്ടല്ലോ അല്ലെ? ഇതാണ് കിട്ടുക ഫൈനലി. ടെക്സ്റ്റ് നോക്കിയാൽ ചിലപ്പോ ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി വരും. ഒന്നും നോക്കണ്ട, നമുക്കറിയാം, കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാം. ഈ 2 0 കട്ട് ചെയ്തൂടെ? അല്ലേ? ഇനി 1,00,000 9.8 ഉണ്ട്. ഗുണിച്ചാൽ എന്താ കിട്ടുക? 9.8നെ 5 1 2 3 4 5 0 ഉണ്ട് ഇവിടെ. ഗുണിച്ച് നോക്കണോ? 4 0 ഇട്ട് കൊടുത്താ പോരെ? 98. ഇവിടെ 9.8 ആയിരുന്നു, അതിനെ 5 0 കൊണ്ട് ഗുണിച്ചപ്പോ 90 ഇത്ര വരും. 10, 100, 1000, 10,000 ലക്ഷം. 9,80,000 വരും. ഡിവൈഡഡ് ബൈ 36. ഡിവൈഡഡ് ബൈ 36. ഇത്രയും കിട്ടിയോ? ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇൻറ്റു 7 ഉണ്ട്, ഇൻറ്റു 7 ഉണ്ട്, ഇൻറ്റു 7 ഉണ്ട്. കിട്ടിയോ? ലാസ്റ്റിന് മുകളിലത്തെ ഇല്ലേ? 9.8 × 10⁻²? കാണുന്നില്ല, ക്ലിയർ ആവില്ല. 10⁻⁷ ഞാൻ എഴുതിയിട്ടില്ല. 7 എന്താ? ക്ലിയർ അല്ല. എന്താണ്? അല്ല, ഇപ്പോഴോ? ഇതെന്താന്ന് പറഞ്ഞാൽ മതി. 9.8 × അത് ഇൻറ്റു 700 ആയിരുന്നു. ഞാൻ ഈ 0 കട്ട് ചെയ്തതാണ്. ഇവിടെ ഈ 2 സീറോസ് കട്ട് ചെയ്തു. ഓക്കെ. 700-ലെ 2 0 താഴത്തെ 3600 ഡിവൈഡ് ചെയ്തു. ഇനി ഒന്നും ബുദ്ധിമുട്ടായി തോന്നുന്നത് ഇത് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക. അല്ലാത്തവർ ശ്രദ്ധിക്കുക. ഈ 9.8നെ ഈ 1,00,000 കൊണ്ട് ഗുണിച്ചപ്പോ ഈ പോയിന്റ് പോയി,
ഇവിടെ ഉം. ഇത് പോയിന്റ് അല്ലേ? 9,80,000 ആയി. ഇൻറ്റു 7 ഡിവൈഡ് ബൈ 36. ഈ 7ഉം 36ഉം തമ്മിൽ കണക്ഷൻ ഉണ്ടാവും ഇല്ല? 36നെ 7 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റൂലല്ലോ. ഇല്ല. അപ്പൊ ചെയ്ത് നോക്കുക. 98 ഇൻറ്റു 7 ചെയ്ത് നോക്കുക. 98 ഇൻറ്റു 7. 7 8 എത്ര? 7 8 80. എന്റെ കൂടെ അല്ലേ? 56. 7 8 86 5 എഴുതി 6 എഴുതി. 9 ഇൻറ്റു 7 എത്ര? 60. കൂടെ അല്ലേ? 60. പറഞ്ഞോ 9 ഇൻറ്റു 63 പ്ലസ് 8 പ്ലസ് 5 68. 9 ഇൻറ്റു 63 പ്ലസ് 5 68. അപ്പൊ 686ഉം 4 0 ഡിവൈഡ് ബൈ 36 കിട്ടും. ഡിവൈഡ് ബൈ 36. അപ്പൊ ഇനി ഇത് ഡിവൈഡ് ചെയ്ത് നോക്കണം. 686 3 0 4 0 ഡിവൈഡഡ് ബൈ 36. 68 എത്ര 36 ഉണ്ട്? കാണുന്നില്ലേ പറയണ കേട്ടോ. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. 68 എത്ര 36 ഉണ്ട്? 30 30 68 ഇല്ല, ഒന്നിനേ ഉള്ളൂ അല്ലേ? ഒന്നിനേ ഉള്ളൂ. ഒരു 36 36 ബാക്കി എത്ര ഉണ്ടാവും? 8 6 പോയാൽ 2, 6 4 പോയാൽ 32 ഇനി അടുത്ത് 6ന് ഇറക്കി എഴുതാം. 326 എത്ര 36 ഉണ്ടെന്നാ ചോദ്യം. 9 ഉണ്ടാവൂലേ? 9 ഇൻറ്റു 6 എത്ര? 50. എന്റെ കൂടെ വേണേ. 9 ഇൻറ്റു 6 50 പോരട്ടെ. 84. 4 ഇട്ടു 5 ശിഷ്ടമുണ്ട്. 3 ഇൻറ്റു 9 27 പ്ലസ് 5. 3 ഇൻറ്റു 9 27 പ്ലസ് 5 5 ശിഷ്ടം 54 5 ശിഷ്ടം. അപ്പൊ 32. ബാക്കി എത്ര ഉണ്ട്? 2. 0 ഇറക്കി എഴുതി. 20. 20 20 ഇല്ല. ഇല്ല. അപ്പൊ 0. പിന്നെ 36 ഇൻറ്റു 0 0 തന്നെ. അടുത്ത 0 ഇറക്കി എഴുതി. 200 എത്ര 36 ഉണ്ട്? 200 എത്ര 36 ഉണ്ട്? 200 എത്ര 36 ഉണ്ട്? 200 ഏകദേശം ഒരു 3 ചെയ്താല് ഇവിടെ ശരിക്കും ബാക്കി 0s ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നാലും 36 എത്ര പ്രാവശ്യം ഉണ്ട് നോക്കണം. 5 പ്രാവശ്യം. 5 പ്രാവശ്യം തന്നെ വരും. 36 ചെയ്ത് നോക്കാം. 80. 5 വരും. 180. ബാക്കി 20. വീണ്ടും 0 200. വീണ്ടും 5. വീണ്ടും 5 180. വീണ്ടും 0 200. അങ്ങനെ പോകും. അപ്പൊ 191 3 0. ശരിക്കും ആൻസർ ഇതാണ് 10555. ഇതിനെ റൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ അപ്പൊ നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് ബാക്കി ചെയ്തിട്ടില്ല. നേരെ 0 എഴുതുക ചെയ്തത്. നമ്മുടെ ആൻസർ 191,000 ആണ്. ശരിക്കും ആൻസർ 190,555 ആണ്. പക്ഷെ അതിനെ റൗണ്ട് ചെയ്തിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇതിനെ റൗണ്ട് ചെയ്തിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുള്ളത്. ചെയ്ത് നോക്കട്ടോ. ആൻസർ അവിടെ ആൻസറിൽ 1.190,000 ആണ് ആൻസർ.
ഓക്കെ. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ റൗണ്ട് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. സർ ആവറേജ് പവർ എന്നുള്ളതിന്റെ ആൻസർ ആയിട്ട് കൊടുക്കുന്നത് 1.91 എന്നാ കൊടുത്തിട്ടുള്ളത്, അങ്ങനെയാണോ? 1.91 into 10⁵ ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ. 10⁵ എന്ന് പറഞ്ഞാൽ 5 0 ഉണ്ട് എന്നാണ്. അത് റൗണ്ട് ചെയ്ത് എഴുതുകയാണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള ആൻസർ 1.91 into 10⁵ റൗണ്ട് ഫിഗർ ആണ്. ശരിക്കും ആൻസർ നമ്മൾ ചെയ്ത് നോക്കിയപ്പോ അപ്പൊ കിട്ടിയത് 190,555 ആണ്. 5, 10, 100, 1000, 10,000, ലക്ഷം. 1,90,555 ആണ് കറക്റ്റ് ആൻസർ. പക്ഷെ ടെക്സ്റ്റ് ബുക്കിലെ റൗണ്ട് ഫിഗർ 1,91,000 എന്ന റൗണ്ട് ഫിഗർ ആണ് കേട്ടോ. രണ്ടും കറക്റ്റ് ആണ്. ഇനി സംശയമുള്ള ഒരു കാൽക്കുലേറ്റർ എടുത്ത് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 190,555 ആയിരിക്കും കേട്ടോ. 190,555 ആയിരിക്കും ആൻസർ കിട്ടുക. പക്ഷെ നമുക്ക് റൗണ്ട് ഫിഗർ ചെയ്യാം. റൗണ്ട് ചെയ്യുമ്പോൾ 5ന്റെ മുകളിലാണെങ്കിൽ ആ 5നെ 1 ആക്കി റൗണ്ട് ചെയ്യാം എന്ന റൂൾ അപ്ലൈ ചെയ്തിട്ടാണ് 191,000 ആക്കിയിട്ടുള്ളത്, റൗണ്ട് ഫിഗറിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതിന് പ്രശ്നമില്ല. മനസ്സിലായോ? ശരിക്കും കാൽക്കുലേറ്റർ എടുത്ത് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇതേ കിട്ടുള്ളൂ. നമ്മളിപ്പോ ഇപ്പോ ബുക്കില് ചെയ്ത ആൻസർ, അതായത് 1,9,0,5,5,5 ഇതേ കിട്ടുള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ 10⁻⁷ ഒക്കെ എടുത്തിട്ട് ജസ്റ്റ് അതിനെ റൗണ്ട് ചെയ്തു എന്ന് മാത്രം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ നോക്കുക. ടെക്സ്റ്റ് ബുക്കിലെ ആൻസർ 190,000 റൗണ്ട് ഫിഗർ ആണ്. കറക്റ്റ് ആൻസർ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക. 190,555 ആണ്. നമ്മളിപ്പോ മാനിപ്പുലേറ്റ് ചെയ്ത പോലെ, നമ്മളിപ്പോ മാനുവലി ചെയ്ത അതേ ആൻസർ ആണ് കിട്ടുക. പക്ഷെ റൗണ്ട് ചെയ്യാൻ പറ്റും. 55, 5-നേക്കാൾ മുകളിലാണെങ്കിൽ 10⁻⁷ ചെയ്യാൻ വേണ്ടിയിട്ട് റൗണ്ട് ചെയ്യാം. കറക്റ്റ് ആണ്. ഇനി HP എന്താ സാർ? HP സമം കൺവേർട്ട് ചെയ്യാന്, HP യിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല. പക്ഷെ വേണമെങ്കിൽ HP യിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 746 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. കിട്ടിയ ആൻസറിനെ 746 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കാരണം നമ്മൾ ഇപ്പൊ കുറച്ച് മുമ്പ് പറഞ്ഞു ഒരു HP എന്ന് പറഞ്ഞാൽ 746 വാട്ട്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. HP യിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. SI യൂണിറ്റിൽ എഴുതിയാലും മാർക്ക് കിട്ടും. പക്ഷേ ക്വസ്റ്റ്യനിൽ കൺവേർട്ട് ഇൻ ടു HP എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യും. ഡിവൈഡഡ് ബൈ 746 ചെയ്താൽ കിട്ടുന്ന ആൻസർ 256 HP ആയിരിക്കും. 256 HP ആയിരിക്കും ആൻസർ. ഇതാണ് ഫൈനൽ ആൻസർ. 1.91 into 10⁵ വാട്ട്സ്. ഫൈനൽ അതാണ്. HP യിലേക്ക് മാറ്റിയാൽ 256 HP കിട്ടും. പോയിന്റിന് ശേഷമുള്ളത് ഒരു സംഖ്യക്ക് എഴുതിയതാണ് അല്ലെ. 255.43 ആണ് വന്നിട്ടുണ്ടായിരുന്നത് കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഈ 190,555 വെച്ച് ഡിവൈഡഡ് ബൈ 746 എടുക്കുമ്പോൾ ചെറിയ റൗണ്ട് ഫിഗർ വ്യത്യാസം ഉണ്ടാവും. അതെ, ചെറിയ റൗണ്ട് ഫിഗർ ഉണ്ടാവും. അതുപോലെ 9.8 എന്നുള്ളത് ചിലവര് 10 എടുത്ത് ചെയ്യും. അപ്പോഴും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. 10 എടുക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ +2കാർക്ക് 9 എടുക്കണം എന്നാണ്. 10 വരെ ചെയ്യുമ്പോൾ 10 എടുക്കാം. അപ്പോഴും ചെറിയ വ്യത്യാസം ഉണ്ടാവും. ക്ലിയർ ആണോ? ഡൗട്ട്സ് ഉണ്ടോ ഇനി? Any more doubts? ക്ലിയർ ആണോ? സ്റ്റോപ്പ് ചെയ്യട്ടെ? അപ്പൊ ടോട്ടൽ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്ത പവർ ആണ് പറയുന്നത് 190,555 അല്ലെ. അത്രയും വാട്ട്സ്. യൂണിറ്റിന് പ്രാധാന്യമുണ്ട്. യൂണിറ്റ് വാട്ട്സ് നിർബന്ധമാണ്. HP യിലാവുമ്പോ ആൻസർ മാറും. ക്ലിയർ അല്ലേ? ക്ലിയർ. ഗുഡ് ബൈ ടു ആൾ. Okay, sir. Thank you. Okay. സർ റെക്കോർഡ് ക്ലാസ് ഇട്ടിട്ടില്ലല്ലോ സർ, കഴിഞ്ഞ ആഴ്ചത്തെ ഈ ആഴ്ചത്തെയും.
റെക്കോർഡ് ക്ലാസ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡ് ക്ലാസ് ഇടുന്നത് നിങ്ങൾ വേറൊരു നമ്പർ കൂടി ഉണ്ടാവും ഗ്രൂപ്പിൽ, റൈറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. സാറാണ് കേട്ടോ. എനിക്കതിന്റെ ആക്സസ് ഇല്ല. ഞാൻ റെക്കോർഡ് ചെയ്യാൻ ആക്സസ് ഉണ്ടാവുള്ളൂ. റെക്കോർഡ് ചെയ്യുന്നത് ഇടുന്നത്. ഇനിയിപ്പോ എന്റെ ആക്സസ് ഉണ്ടോ ഞാൻ ചോദിച്ചു നോക്കാം. സാറാണ്. സാർ ഇപ്പൊ സൊല്യൂഷൻ കേട്ടില്ല. സാർ ഇപ്പൊ പേപ്പറിൽ ചെയ്ത സൊല്യൂഷൻ ഒന്ന് വാട്സപ്പിൽ ഇടുമെന്ന് ചോദിക്കാം. ഓക്കെ 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 ശരി. ഗുഡ് ബൈ.